set me free. and set me free. I am blessed with all the blessings all the blessings of heaven in Jesus Christ. I'm born in Christ for good works and appointed by Jesus to preach the good news to the ends of the world. Jesus has given me the power to tread upon serpents, scorpions, and all powers of the enemy, and nothing shall by any means hurt me. I'm ordained by Jesus to heal the sick, raise the dead, cast out the demons, perform signs, wonders, and various kinds of extraordinary miracles. Always, in all things, and everywhere. I'm more than a conqueror through Jesus Christ. Amen. Hallelujah, Jesus. Hallelujah. പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മിനിറ്റുകളും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാക്കി അങ്ങ് മാറ്റുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞവനെ, അവിടുത്തെ മഹത്വത്തെ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് കടന്നു വന്നിരിക്കുന്നതിനായിട്ട് നന്ദി. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, അവിടുത്തെ മുഴുവൻ ഐശ്വര്യവും അവിടുത്തെ മുഴുവൻ ആശ്വാസങ്ങളും ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അവിടുത്തെ കർത്തൃത്വം ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഈശോയുടെ വ്യക്തമായ അനുഭവങ്ങൾ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഞങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ക്രൂശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പറഞ്ഞാട്ടെ, യേശുവേ, ക്രൂശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. പ്രാർത്ഥനയോടെ കർത്താവിന് സല്ലിരിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. മാത്യു ചാപ്റ്റർ 5. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുവാനായി പോകുകയാണ്. We are going to hear from Matthew chapter 5. അഞ്ചാം അധ്യായത്തിന് 43 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. From verse 43 onwards. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുൾ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. You should love your neighbor and hate the enemy. That's what you have heard. But I say unto you, love your enemies and pray for them that persecute you. കൂട്ടുകാരനെ സ്നേഹിക്കുക, love your friends, ശത്രുവിനെ പകയ്ക്കുക, hate your enemy. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. That you have heard. നിങ്ങളോട് സ്നേഹമുള്ളവരെ സ്നേഹിക്കുക, നിങ്ങളോട് വെറുപ്പുള്ളവരെ വെറുക്കുക. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Those who love you, you love them, and those who hate you, you hate them. You have heard about that. ഇത് കേട്ടിട്ടില്ലാത്തവരാരുമില്ല. There is no one who hasn't heard about it. ശത്രുവിനെ പകയ്ക്കുക, ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക. Love the person whom you like and hate the enemies. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. ലോകത്തിന്റെ വ്യവസ്ഥ അത് തന്നെയാണ്. This is the rule of the law world. ഇഷ്ടമുള്ളവരോട് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തവരെ കണ്ണുകീറി കണ്ടുകൂടാ. And whom you love like more, and whom you don't like at all. പക്ഷെ യേശു ഇവിടെ വ്യക്തമാക്കുകയാണ്, യേശുവിന്റെ ഉപദേശം ഇതല്ല. And Jesus says very clearly here, this is not his teaching. 44-ാമത്തെ വാക്യം നോക്കൂ. മത്തായി 5:40. ഞാനോ നിങ്ങളോട് പറയുന്നു, I am telling you, on verse 44, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. Love your enemies and pray for them that persecute you. ശത്രുവിനെ പകയ്ക്ക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. You have heard that you love your friends and hate your enemy, but I am telling you, love your enemies and pray for those who persecute you. ഒരു തരത്തിലും ഇത് പറ്റുന്ന കാര്യമല്ല. We cannot do that anyway. വേണമെങ്കിൽ വചനത്തിൽ വായിക്കാം, കരമൊക്കെ അടിക്കാം. It's good to read and clap our hands for that. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണെന്നും പറയാം, പക്ഷേ it's not practical. And we can say, okay, if we do this, this is very good, but practically it is very difficult. ശത്രുക്കളെ സ്നേഹിക്കാൻ
Love your enemies. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. Those who hate you, persecute you, pray for them. അത്ര കണ്ട് പറ്റുന്ന കാര്യമല്ല. It's not a thing that is easily possible. ശത്രുക്കളെ വേണേ മൈൻഡ് ചെയ്യാതിരിക്കാം, വെറുക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ കാണാത്ത ഭാവത്തിൽ നിന്ന് അടിക്കാം. പക്ഷെ അവരെ പോയി സ്നേഹിക്കാനോ? We can not go to the enemies and be at a distance, but we cannot go there and love them. ഉപദ്രവിക്കുന്നവരെ ഇഗ്നോർ ചെയ്യാം, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? Those who persecute you, you can ignore them, but pray for them. കണ്ടില്ലെന്ന് നടിച്ചൊക്കെ പോകും, പക്ഷെ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. We can just ignore them and go, but to pray for them it's quite difficult. അതാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. പക്ഷേ യേശുവിടെ വ്യക്തമാക്കുന്നത് ഇത് നിങ്ങൾക്ക് സാധ്യമാണ്. And Jesus says very clearly here, this is possible for you. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കും, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. You will love your enemies and pray for those who persecute you. അതെങ്ങനെയായി മാറുന്നത്? How that is possible? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? And what you need to do for that? അതിനുവേണ്ടി ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് പകരപ്പെടണം. And for that you need to have some knowledge in you. 45ാമത്തെ വാക്യം. In verse 45 it says, ദയവായി എടുത്താട്ടെ, Matthew 5:45. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ മഴയെ പെയ്യ്ക്കുകയും ചെയ്യുന്നില്ലയോ? That he may be the sons of your Father who is in heaven, for he maketh the sun to rise on the evil and the good, and sendeth rain on the just and the unjust. ഇവിടെ ഒരു അപ്പനെ പരിചയപ്പെടുത്തുകയാണ്. Here the father is being revealed. ആ അപ്പന്റെ മക്കളാണ് നാം എന്ന് പറയുകയാണ്. And it is said that we are the children of that father. അപ്പനിൽ നിന്ന് ജനിച്ചവർക്ക് അപ്പന്റെ അതേ സ്വഭാവമാണെന്ന് പറയുകയാണ്. The person who is born of that father has the same character. ആ അപ്പന്റെ സ്വഭാവം എന്താണെന്നാണ് ആദ്യം പറയുന്നത്. What's the father's character that is being described here? അപ്പന് ദുഷ്ടനും നീതിമാന്മാരോടും ഒരേ മനോഭാവമാണ്. Father has the same attitude towards the just and the unjust. 45ാമത്തെ വാക്യം നോക്കി. അവൻ, ഈ അപ്പൻ സ്വർഗ്ഗസ്ഥനായ പിതാവ്, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. And he raises the sun on the wicked as well as the good. ദുഷ്ടന് സൂര്യനെ കൊടുക്കാതിരിക്കുകയും നീതിമാന് സൂര്യനെ കൊടുക്കുകയും ഈ അപ്പൻ ചെയ്യുന്നില്ല. He does not do that. Okay, the wicked he will give the sun, wicked he will not give the sun, and for good people he gives the sun. ഒരു വാക്യത്തിൽ പറഞ്ഞാൽ ദൈവം ഒരിക്കലും പ്രവൃത്തിക്ക് ഒത്തവണ്ണം പ്രതികരിക്കുന്നില്ല. If we look at this in brief, he does not react with what you do. ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനും നീതികെട്ടവരും നിൽക്കുന്നു. രണ്ടു പേർക്കും ദൈവം സൂര്യനെ കൊടുക്കുന്നു. And the wicked and the good both stand in front of the Father, and he gives the sun to both of them. നമ്മുടെ കാഴ്ചപ്പാടിലാണെങ്കിൽ ദുഷ്ടൻ ഇത് കൊടുക്കാൻ പാടില്ല. And in our eyes we shouldn't be giving that to the wicked. നീതിമാൻ ഇത് കൊടുത്തേ പറ്റുള്ളൂ. And we should give that to the righteous. പക്ഷേ കർത്താവ് രണ്ടു പേർക്കും ഒരേപോലെ സൂര്യനെ കൊടുക്കുന്നു. But God the Father gives the sun to both of them in the same way. വേറെ വ്യത്യാസം കാണിക്കുന്നില്ല. He has no difference. ഇനി രണ്ടാമത്തെ നോക്കിയേ. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുന്നു. And for the just and the unjust the rain falls. നീതിമാന്മാരുടെ ഏരിയ മുഴുവൻ ഭയങ്കര മഴ, നീതികെട്ടവരുടെ ഏരിയയിലൊന്നും മഴയില്ല. ഇങ്ങനെ ദൈവം ചെയ്യുന്നില്ല. He doesn't show partiality. He doesn't exactly അതാ കറക്റ്റ് വേർഡ്. പാർഷ്യാലിറ്റി ദൈവം കാണിക്കുന്നില്ല. He doesn't show partiality by giving rain to the just and not giving the rain to the unjust. ചിലർക്ക് മഴ കൊടുക്കുകയും ചിലർക്ക് മഴ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. He doesn't give rain to some and not to some. എല്ലാവർക്കും മഴ കൊടുക്കുന്നു. He is giving the rain to everybody. ഇതാണ് അപ്പൻ. This is the Father. ഈ അപ്പന്റെ മക്കളാ നിങ്ങൾ. And you are the children of that Father. Let's clap our hands and give him thanks. അപ്പൻ എന്താന്ന് അറിഞ്ഞാൽ മകൻ എന്താന്ന് മനസ്സിലാവും. If you know the Father, you will know who the Son is. അപ്പനിൽ നിന്ന് ജനിച്ച മക്കളാണെന്ന്. Because you are born of that Father. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പാർഷ്യാലിറ്റി ഇല്ലാത്ത അപ്പന്റെ മക്കളാണെന്ന്. And if you see a bit more clearly, a Father who is not partial, that we are the children of that Father. എല്ലാവരെയും ഒരുപോലെ കാണാൻ അപ്പന് കഴിയുന്നു. ആ അപ്പനിൽ നിന്ന് ജനിച്ച മക്കളാണെന്ന്. And the Father sees everyone in the same way, and we have been born of that Father. നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, there are four things said here. Number one, ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും. you can love your enemies. You cannot by
your effort, but you can. You cannot by do the born of God. Why? Because you are the born of God. You cannot do by your effort. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകയാൽ നിങ്ങൾക്ക് ഇത് പറ്റും. അതാണ് ഇവിടെ വിശദീകരിക്കുന്ന ഭാഗം. You can do it because you are born of God. ഹല്ലേലൂയ. ഈ അപ്പന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറ്റും. You can do it because you are the children of this God. ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അപ്പന്റെ മക്കളാവുമെന്നല്ല പറഞ്ഞേ. Not it is said that you will do this and because of that you are the children of അപ്പന്റെ that father. മക്കളായതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുമെന്നാ പറഞ്ഞേ. You are doing it because you are the children of that father. അപ്പന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ് നാം. You are the children of the heavenly father. ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിനെന്നാ. And if you read, it says to become the children of the father, heavenly father. പക്ഷെ അതിന്റെ കറക്റ്റ് ഇതാണ്, സ്വർഗസ്ഥനായ പിതാവിന്റെ മകനാണ് ഞാൻ, അതുകൊണ്ടായത്. And the correct interpretation is that you are the children of the father. ഞാനിത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് പറയാനിട വരും, ഇവൻ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ആശയം. If you do that, when you do that, others see and say he can do it because he is the son of the heavenly father. എന്നിട്ട് കർത്താവ് കമ്പാരിസൺ നടത്തുകയാണ്. ഇവിടെയും യേശുവിന്റെ പഠിപ്പീരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി യേശു ഒത്തിരി താഴേക്ക് ഇറങ്ങി വന്നിട്ട് ലളിതമായ ഉദാഹരണങ്ങൾ പറയും. ഇവിടെ അത് തന്നെയാണ് യേശു ചെയ്യുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ യേശു. Jesus is comparing here. Normally what he does is every time he compares the situation so that 46-ാമത്തെ വാക്യം നോക്കി. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നില്ലയോ? If you love the people whom you love, loves you, there is what is the use of that? Even the taxpayers do that. ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? Publicans and the tax collectors do that. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ചുങ്കക്കാരന്റെ ലെവലിലേ എത്തിയിട്ടുള്ളൂ. If I love somebody who loves me, I am at the level of the tax collector. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണം. എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാ ഞാനെങ്കിൽ, if I am loving this person who loves me, okay, എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രം എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചുങ്കക്കാരന്റെ ലെവലിലേ എത്തിയിട്ടുള്ളൂ. if I am loving the person who loves me, I am at the level of the tax collector. അതാ എന്നെ ഗർവിച്ച് നോക്കണ്ട. You are reached the level of the tax collector. ഇതിവിടെ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം? അതുകൊണ്ട് എന്നാ ഗുണം? What is the use if you love the person who loves you? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. In the same way the tax collectors do. അവരോട് സ്നേഹമുള്ളവരോട് അവർക്കും വലിയ സ്നേഹമാണ്. If somebody loves them, they also love them. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. And that is what normal people do. ഹല്ലേലൂയ. ഇനി അടുത്ത നോക്കിയേ, സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷത? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. If you salute your brethren, what is the use? Others also do the same way the Gentiles do. വലിയ ആളാണെന്ന് പറഞ്ഞ് കോളറെ പിടിച്ചിട്ട് അയ്യൊക്കെ കെട്ടി നടക്കുന്ന എന്നോട് പറയാണ്, നീ ചുങ്കക്കാരന്റെ ലെവലിൽ പോലും എത്തിയിട്ടില്ലടാ. And if you are going like as a very good person, feeling good, but you have been told that എന്റെ ബ്രദർ എന്നോട് സ്നേഹിക്കുന്നവരോട് എനിക്ക് ഭയങ്കര സ്നേഹമാ, പിന്നെ എന്നെ വെറുക്കുന്നവരോട് എനിക്ക് വെറുപ്പാ എന്ന് ഞാൻ പറയുമ്പോ ഞാൻ ചുങ്കക്കാരന്റെ ലെവലിൽ പോലും എത്തിയിട്ടില്ല. If I am telling that whoever loves me, I love them, and whoever hates me, I don't care about them, I will also hate them, then you have not reached the level of the tax collector. രണ്ടാമത് ഇവിടെ പറയാണ്, സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്ത. If you salute only your brethren, അത് ബ്രദറിൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരേ പള്ളി കൂടുന്നവരാ. Brethren means your same fellowship members. പള്ളി കൂടുന്നവർ തമ്മിൽ കാണുമ്പോൾ ഭയങ്കര വന്ദനമാണ്. When they see the people who are going to the same church, they salute each other and they are in good terms. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിശേഷത? What is the use if you are only saluting your brothers? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? In the same way the Gentiles also do. അവരുടെ മതത്തിലുള്ളവരെ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമല്ലേ? If they see the people who are in the same category, they also have a very good relationship. അപ്പൊ എന്താ കർത്താവ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? What is Jesus trying to teach us through this? ശത്രുക്കളെ സ്നേഹിക്കാൻ ചുങ്കക്കാരനും പറ്റുന്നില്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ ജാതിക്കും പറ്റുന്നില്ല. To love the enemy
tax collectors cannot do, and the Gentiles also cannot do, love the enemy. രണ്ടു കൂട്ടർക്കും ഇത് പറ്റുന്നില്ല. Both cannot do. പക്ഷെ നിങ്ങൾക്ക് ഇത് പറ്റും. But you can do it. നിങ്ങൾക്ക് ഇത് പറ്റും. You can do it. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 5:48. The very important verse is the 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരാകയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. You as your heavenly Father is perfect, you also become perfect. നിങ്ങളുടെ അപ്പൻ പെർഫെക്റ്റ് ആകൊണ്ട് നിങ്ങളും പെർഫെക്റ്റ് ആകുവീൻ. As your heavenly Father is perfect, you also become perfect. എന്റെ പെർഫെക്ഷൻ എന്റെ ഫാദറിന്റെ പെർഫെക്ഷൻ ആണ്. My perfection is my Father's perfection. ഹലോ. My perfection is my Father's perfection. ഇവിടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കേ. Are we here? We can talk. Hallelujah. Father's perfection is my perfection. Father's my അപ്പന് പുറത്ത് ഒരു സൽഗുണപൂർത്തി ഇല്ല. Outside the Father's perfection there is no perfection. എന്താണ് ഇവിടുത്തെ സൽഗുണപൂർത്തി? What is that perfection? ഇതാ ഇവിടെ മേളിൽ പറഞ്ഞത്. That is what it said before. Loving the enemies. Loving your enemies. That is the perfection. അതാ perfection. That is the perfection. ആ പെർഫെക്ഷൻ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. That perfection can be found only in God. ഞാൻ ഈ പെർഫെക്ഷൻ ഉള്ള ഒരു മനുഷ്യനെ സത്യമായിട്ടും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? We cannot see a person who has that perfection. ഉള്ളിന്റെ ഉള്ളറയിലെങ്കിലും ഒരല്പം inside the deep heart you will have something. ഉപദ്രവിച്ചവരോട് കൈപ്പില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടിട്ടുള്ളവരൊന്ന് കരമുയർത്തിക്കാതെ കാണാം. A little bit of hateness. ഉള്ളിന്റെ ഉള്ളറയിൽ അകക്കാമ്പില് inside your heart. പുറമേയാണ് നമുക്ക് പെരിഫറലായിട്ട് പറയാം, എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല, അറിയുന്നു. പക്ഷേ ഇടയ്ക്കെങ്കിലും ഇങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയാറില്ലേ, ദൈവമേ ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാലും നീ മിണ്ടാതിരിക്കരുത്. Okay. You may be saying, okay, I don't have anything, but Lord, I am not doing anything, but you should do something. ഞാനൊന്നും മിണ്ടുന്നില്ല, നീ എങ്കിലും അവനോട് പകരം വീട്ടണം. I am not doing anything, at least you should do something. ദൈവത്തെ പകരം വീട്ടാൻ ഇറക്കി വിടുന്നത് അല്ല ഇവിടുത്തെ വിഷയം. This is not that you are bringing God to take the revenge. ഞാൻ മിണ്ടുന്നില്ല നീ മിണ്ടണമെന്ന് പറഞ്ഞ് കർത്താവിനെ മിണ്ടാൻ വിടുന്നത് അല്ല ഇവിടുത്തെ വിഷയം. This is not the subject here, that I am not talking, at least you should do. ദൈവമേ നിന്റെ വചനത്തിലുണ്ടല്ലോ ബലഹാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന്റെ പക്ഷത്ത് നിന്ന് അവനോട് പകരം വിട്ടുവെന്ന് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. ശത്രുക്കളുടെ നടുവിൽ മേശ ഒരുക്കുമെന്ന് വചനമുണ്ടല്ലോ. ഞാൻ പ്ലാവും തടിയും വെട്ടിയിട്ട് കാത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ മേശ ഒന്ന് പണിത് തരണേ. Lord, it says, okay, there will be a table is made before the enemies. I am waiting for that. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഇതില്ലാതെ പറ്റുമോ? The Lord is asking a question here, can you do that without this? ദൈവത്തോട് പകരം വീട്ടാൻ പറയാതെയും without telling God to take the revenge, പകരം ദൈവം വീട്ടുന്നത് കണ്ട് സമൃദ്ധി അണയുന്ന സന്തോഷം അണയുന്ന മനോഭാവം ഇല്ലാതെയും trying to have that enjoyment seeing that God is taking revenge. ദൈവയുടെ പരിപാടി തുടങ്ങി. Oh, God has started acting on my behalf. എനിക്കറിയായിരുന്നു. I knew that before. ഞാൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. I am just waiting and watching. ഞാൻ പ്രാർത്ഥനയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. I am watching and praying for it. ഇതല്ല ഇവിടുത്തെ മനോഭാവം. That is not the attitude here. എന്റെ ശത്രുവിനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. You are blessing your enemy. കത്തി കയറി പോകത്തൂടെ. You are blessing your enemy. അയ്യോ, ഈ വാക്യം ശരിക്കും പഠിച്ച ഉള്ളിലൂടെ ഇങ്ങനെ ഒരു എരിവ് കയറിപ്പോകും. കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ, പറ്റത്തില്ല. It's impossible practically because you cannot do it. ശരിക്കകത്തൂടെ ഇങ്ങനെ കയറിപ്പോകുന്ന അനുഭവപ്പെടാൻ പറ്റും. കാരണം നമ്മുടെ ഈഗോ ഒന്നും അതിന് മുമ്പിൽ നമ്മളെ സമ്മതിക്കത്തില്ല. ഞാൻ പോയി അവളോട് നോക്കിയിരുന്നാ മതി, എന്നോട് ചെയ്തതൊക്കെ you don't know what has been done to me, and I am not going to go forward, but I don't have anything. ഞാനിപ്പോ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ആരാന്നറിയാവോ? I am just keeping quiet, but do you know who I am? ഞാൻ ആരാന്നറിഞ്ഞോ? സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രി. And you should know who you are, that I am the son and daughter of the heavenly Father. സൽഗുണപൂർണനായ പിതാവിന്റെ മകളാ ഞാൻ. ഞാൻ ആരാന്നറിയാവോന്ന് ഇങ്ങനെ കണ്ണുമിഴിച്ച് പറയുമ്പോ അതേ കണ്ണുമിഴിച്ച് ആ കണ്ണാടി നോട്ടും, ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രൻ. I am the son of the heavenly Father.
വൈകാരികത തള്ളിക്കേറി, ഇമോഷൻ തള്ളിക്കേറി, നാക്കിനെയും വാക്കിനെയും കണ്ണിനെയും കയ്യെയും പ്രസരിപ്പിച്ച് പുറത്തേക്ക് വരാനുള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് അകത്തുനിന്നൊരു തള്ളൽ പുറത്തേക്ക് ഉണ്ടാകണം. നോ 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 ഇങ്ങനെ പ്രതികരിക്കുന്നെങ്കിൽ ഞാൻ പിശാചിന്റെ മകനാ, പക്ഷെ എൻ്റെ അപ്പന്റെ പ്രതികരണമാണ് എനിക്ക് വേണ്ടേ. അപ്പൻ ഇങ്ങനെ പ്രതികരിച്ചവനല്ല, രോമം വലിച്ചു പറിച്ചപ്പോഴും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാ, അവരെ അനുഗ്രഹിച്ചവനാ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവനാ. And whenever this kind of emotions come in, we should realize that the Father is not like that. I am who I belong to. That Father, when he was beaten up, he was praying for them. He was loving them. ഇത് ശരിക്കും പറഞ്ഞ് മാത്യു 5 ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പം മത്തായി 5 ഞാൻ മാസങ്ങൾ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. മാത്യു 5 പരീശന്റെ ആ സ്വയഭക്തിയെ, ആ സെൽഫ് റൈച്ചസ് വേ മുഴുവൻ കർത്താവ് പിച്ച് ചെയ്തുകയാണ്. And in Matthew 5, all the Pharisees' righteousness, God was just self-righteousness. He was picking up and showing. അതിനെ മുഴുവൻ യേശു പുറത്തെടുക്കുക, വൺ ബൈ വൺ ആയിട്ട് യേശു പുറത്തെടുക്കുക. And one by one he was pulling out. യേശു ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. യേശു അവരോട് പറയാ, നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ? And Jesus is telling, oh, you love others who love you. നിങ്ങൾക്ക് സഹോദരന്മാരെ വന്ദനം ചെയ്യാൻ വലിയ ഇഷ്ടമല്ലേ, പക്ഷെ നിനക്ക് ആ ചുങ്കക്കാരനെ കാണുമ്പോൾ വലിയ പുച്ഛമാ. പക്ഷെ ഇപ്പൊ പരീക്ഷ നീ അറിയണം, ആ ചുങ്കക്കാരനെക്കാട്ടിലും താഴെയാ നീ നിൽക്കുന്നേ. And Jesus was teaching them that okay, by his quality he was much lower than the tax collector. ഒരു പരീക്ഷന്റെ മനോഭാവം എന്താണെന്നറിയോ? ചുങ്കക്കാരനെ കാണുമ്പം ഇവനെ പോലെ അല്ല ഞാനെന്ന് പറയുമ്പം യേശു അവനോട് തുറന്നു പറയുക, ഇവനെക്കാട്ടിലും താഴെയാ നീ. And the Pharisees who looks at the tax collector and says, I am not like this man, but Jesus is telling him, no, you are much lower than him. ഇവനെക്കാട്ടിൽ ഒരുപാട് രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. മറ്റവൻ പറഞ്ഞു, ഞാൻ ഇവനെ പോലെ അല്ലാത്തവണ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദശാംശം കൊടുത്തേച്ചിട്ട് വരിക, ഇവനാണ് ദശാംശം പോലും കൊടുക്കുന്നില്ല, ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുന്നു, നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നു, കടുക് എടുത്താൽ പോലും ദശാംശം മാറ്റി വെക്കും. And if you know the two people who went to pray, one person was looking at the other and telling, okay, you don't know this person and what he does. I am giving the tithes and everything. Today also I have done it and I have come. ഇവിടെ യേശു അവനോട് പറയാ, ചുങ്കക്കാരനെക്കാട്ടിലും മേളിൽ നിൽക്കുന്ന സ്വയം അഹങ്കരിക്കുന്ന പച്ച പരീശനെ. And Jesus is telling him, you are much lower than the tax collector. ചുങ്കക്കാരന്റെ ലെവലിൽ ഒത്തിരി താന്നായിരിക്കുന്നത്. കാരണം ചുങ്കക്കാരനും സഹോദരനെ വന്ദനം ചെയ്യും, സഹോദരനോട് പോലും നിന്റെ ഉള്ളിൽ കൈപ്പാ. And even the tax collector, he salutes his brother when he sees, but you are still having hatred when you see your brother. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഇതിനെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കിയാട്ടെ, വെറുതെ ഒരു പ്രസംഗം കേൾക്കുന്ന എന്നുള്ള ഉപരി എത്ര പേർക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു എന്തോ ഒന്ന് കടന്നു പോകുന്നുണ്ട്? How many of you feel that something is moving when you hear this word rather than hearing? ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും? ഇതൊക്കെ സാധാരണക്കാർക്ക് വല്ലതും ആകാൻ പറ്റുന്നതാണോ? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു ചില്ലുകൂട്ടിലോട്ട് നമ്മളെ എടുത്തു വെക്കുന്നല്ലേ നല്ലത്? How can I become like that? Is it possible to do so? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഒരു ചില്ലുകൂട് ഉണ്ടാക്കുക, എന്നെ അതിൻ്റെ അത് ഇട്ട് വെക്കുക, അതല്ലേ വേണ്ടത്? ഇങ്ങനെയൊക്കെ ആർക്കാകാൻ പറ്റും? Who can become like this? ഹല്ലേലൂയ. ഇതാകാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും അവസാനം യേശു ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങളുടെ പിതാവ് ഇതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. That's why Jesus said, your father is like this. അല്ലെങ്കിൽ നിങ്ങൾ ഞാനും ശ്രമിക്കുമെന്ന് പിതാവിന് അറിയാം. Otherwise you and me will try. Father knows it. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പിതാവ് ഇതാണ്. This is what your father is. ആ പിതാവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. That is a father that you have in you. ഒരു പ്രധാന ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. എന്റെ കൂടെ ഒന്ന് വന്നേ. We are coming to a very important point. Let's come together. ഒന്ന് ഫ്രീ ആയി അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, have a nice day. Give hands and say to the next person next to you, have a nice day. Okay. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. We are coming to a very important topic. So ഇപ്പോ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം ഇതാണ്. We have reached a conclusion here. ഒരിക്കലും എന്നെ കൊണ്ട് ഇത് പറ്റില്ല. I cannot do this anyway. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് പറയുന്ന ഇത്രയും പേരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കാട്ടെ. If anybody can do this, raise your hand. ചില്ലുകൂട് ഓർഡർ ചെയ്യാനാ പ്ലീസ്. If you can do this, raise your hands.
ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ട്? കൈ ഉയർത്തിക്കാട്ടെ. If you say that you can do it, ഞാൻ അടങ്ങുന്ന നമ്മളെല്ലാം എത്തി വന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളതാണ്. We have reached a conclusion here, we cannot do this. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത്. Now is the time we come to the important point. എന്താണ് എന്നെ കൊണ്ട് പറ്റാത്തത്? What is it that I cannot do? ഈ ശത്രുവിനെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് പറ്റാത്തത്. To love your enemy and pray to the person who persecute you. That is what you cannot do. പക്ഷെ ഇത് രണ്ടും ആക്ഷൻ വേണം, നമുക്ക് ആക്ട് വേണം ചെയ്യാം. സ്നേഹിക്കുന്ന പോലെ കാണിക്കാം. You can show actions that you are loving that person by your facial expression. പൊതുവെ പറയാം, ഉള്ളിൽ മുഴുവൻ വൈരാഗ്യം. ജോസ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. And you can say, oh, I am praying for this person. ഇതല്ല ഇവിടെ പറയുന്നത്. പുറമെ ഈ കാട്ടിക്കൂട്ടുന്ന ജാടയോ അഹങ്കാരമോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇത് മനുഷ്യ സഹജമായി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുകയില്ല. And what we are talking is, it has to come from inside, and man cannot do that. Okay. അപ്പൊ ഇതിനു വേണ്ടി ഏറ്റവും ഞാൻ പറയാൻ പോകുന്ന ആ ചിന്ത നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വീഴണം. സോ ഇതിനു വേണ്ടി എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല എന്ന ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു. And if we come to the understanding that I cannot do this, then you have come out of it. അവിടെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ വേറെ ഒരാൾ എന്നിൽ വരികയാണ്. And when you say that I cannot do it, there is somebody who is coming in you to help you to do it. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഐ കനോട്ട്. എന്റെ മനുഷ്യ സഹജത്തിൽ, എന്റെ ഇമോഷനിൽ എന്നോട് അവർ ചെയ്തത് മറക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. അത് വേറെ ആരുമല്ല, സ്നേഹം. When you say that I cannot do it, somebody comes in you and he helps you to do it, and that is nobody else but love. ഒന്നുകൂടെ വ്യക്തമാക്കണം ഞാൻ. ഇപ്പം ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്ന സഹോദരിയോട് ഇദ്ദേഹത്തിന് എന്നാ പേര് പറഞ്ഞു? മേഴ്സിയോട് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമാണ്. ഓക്കെ, വെറുതെയാണ്, അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഭയങ്കര വൈരാഗ്യമാണ്. പല കാര്യങ്ങളാണ് 98 മേഴ്സി ചെയ്തത്, 1998. ഓക്കെ, 2014 ചെയ്തത്, കഴിഞ്ഞ മാസം ചെയ്തത്. ഇതെല്ലാം കൂടെ മേഴ്സി വിളിച്ചാൽ മേഴ്സിയുടെ അടുക്കലേക്ക് പോകാനായിട്ട് ഇദ്ദേഹത്തെ ഒരിക്കലും വിടത്തില്ല. മേഴ്സിയുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ മേഴ്സിയുടെ വീട്ടിൽ പോകാനോ ഒന്നും മേഴ്സിയെ സമ്മതിക്കത്തില്ല. ഇതങ്ങ് ആസ്വദിക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. If you say, okay, a person is having, ആസ്വദിച്ച് നിൽക്കുക. ഞാൻ പോയ if for example, if I have a problem with somebody, the person who did something in 1998, something in 2014, something last month, and every time when there is an issue, that person is just having that emotion getting filled in him. ഒരിക്കലും പോകാൻ പറ്റത്തില്ല. He cannot go anytime. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരാൾ വന്നു. That time somebody is coming in. എന്നിട്ട് ഇദ്ദേഹം മസിൽ പിടിച്ചാണ് നിൽക്കുക. He is standing with his own strength. ഇദ്ദേഹത്തെ പിടിച്ച് തള്ളി ഒന്ന് നീങ്ങ, എന്തോ ഇത് തള്ളി ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുചെന്നാൽ, and if he is pushed and brought to the person, ഒരുപക്ഷെ ആ വിഷയം അവിടെ കൊണ്ട് തീരും. that subject, that topic may change there. അപ്പൊ ഈ തള്ളാനുള്ള ആളുണ്ടെങ്കിൽ കാര്യം റെഡിയാവും. If somebody is there to push, okay, then that will be cleared. തള്ളാൻ ഒരാളുണ്ട്. And there is somebody who is there to push. തള്ളാൻ ഒരാളുണ്ട്. There is somebody to push. ആളെ പരിചയപ്പെടുത്താം. And we are going to know about that person. ആളുടെ പേര് സ്നേഹമെന്ന. And that person's name is love. ആ ആളുടെ പേര് സ്നേഹമെന്ന. And that person's name is love. ആ സ്നേഹത്തെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Do you like to see that person, love? ഹല്ലേലൂയ. കരമടിച്ചൊന്ന യേശുവിന് മഹത്വം കൊടുത്തു. Let's clap and give thanks to the Lord. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. Come to the book of John. Epistle of John. Epistle of John. Okay, First John. സ്നേഹിക്കുന്നേ കർത്താവേ. ഹല്ലേലൂയ, ജീസസ്. 4:8. First John 4:8. Verse 4:8. 1 യോഹന്നാൻ 4:8. വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചു. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചു. First John 4:8. അത് തന്നെ. സ്നേഹിക്കാത്തവൻ
ദൈവത്തെ അറിഞ്ഞിട്ടില്ല. The one who loves has not known God. അടുത്തത് എങ്ങനെ ചുടോളിയും കുടിക്കും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. The one who doesn't love has not known God. ദൈവം സ്നേഹം തന്നെ. God is love. ഹലോ, ശ്രദ്ധിച്ചു കേട്ടെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. The one who cannot love has not known God. ദൈവം സ്നേഹം തന്നെ. God is love. ദൈവത്തിൽ സ്നേഹമുണ്ട് എന്നല്ല. It is not that in God there is love. ദൈവം വന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്നല്ല. It is not that when God comes you will love. God is love. God is love. ഹലോ, ദൈവത്തിൽ പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിലൊന്ന് ലവ് ആണ് എന്നല്ല പറഞ്ഞേ. It is not said that God has. അതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്നേഹവാനായ ദൈവം, ദൈവത്തെ സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഉള്ള പോലെ ഇച്ചിരി സ്നേഹം ദൈവത്തിലുണ്ട്. ഓക്കെ, ഇച്ചിരി അല്ല, ദൈവത്തിൽ എന്നെക്കാട്ടിലും എനിക്ക് 60 ഉണ്ടെങ്കിൽ ദൈവത്തിന് 100 ഉണ്ട്. എന്നെക്കാട്ടിലും കുറച്ചുകൂടെ മേളിൽ തട്ടി നിൽക്കുന്ന ആള് ദൈവം, കുറച്ച് സ്നേഹമൊക്കെ ഉള്ള സ്നേഹവാനായ ദൈവം. ഓക്കെ, ഇതാണ് നമ്മുടെ ചിന്ത, സ്നേഹവാനായ ദൈവം. പക്ഷേ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ ലവിനെ ഒരു വ്യക്തിത്വം കൊണ്ടിരിക്കുകയാണ്. When John is trying to tell us that he is bringing a personality to that into God. ദൈവം സ്നേഹം തന്നെ. God is love. ദൈവത്തിൽ സ്നേഹം ഉണ്ടെന്നല്ല, അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവമാണ് സ്നേഹം. God is love. ഉറക്കെ പറഞ്ഞു, ദൈവമാണ് സ്നേഹം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു, God is love. Give a hand to the person next to you and say, God is love. Hallelujah. 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 ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ദൈവമാണ് സ്നേഹമെങ്കിൽ, if God is love, എന്നെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാ? and who is the one who compels me to love? സ്നേഹത്തിന്റെ പുറകിലെ പേഴ്സൺ, the person behind that love. അതാരാ? Who is that? ദൈവം. Is God. യേശു. ഒന്ന് പറഞ്ഞു, യേശു. Jesus. ദൈവം സ്നേഹം തന്നെ. God is love. ദൈവം സ്നേഹമാണ് എന്നുള്ളതിലുപരി ദൈവം സ്നേഹം തന്നെ. God is love. God, ദൈവം സ്നേഹം ആകുന്നു. Is. He is love. ആണ്. ഒന്ന് പറഞ്ഞു, ദൈവം സ്നേഹമാണ്. God is love. Hallelujah. Amen. ഇവിടെയാണ് ക്രിസ്ത്യൻ ലൈഫ് എന്തോ നമ്മൾ മനസ്സിലാക്കുന്നത്. Here is the place we understand what is Christian life. മുമ്പേ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. Before I couldn't love. കാരണം ഈ പേഴ്സൺ എന്നിൽ വന്നിട്ടില്ലായിരുന്നു. This person was not in me. പക്ഷെ ഇപ്പൊ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. Now I can love. ശത്രുക്കളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും. Now I can love. കാരണം ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരാളുണ്ട്. Because there is somebody inside me. അപ്പൊ അത് എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, എന്റെ ഉള്ളിലുള്ള ആളിൽ നിന്ന് വരുന്നതാണ്. It is not coming from me, but it coming from the person. എന്നിലൂടെ അത് വെളിപ്പെടുന്നതേ ഉള്ളൂ. It is coming out only through me. ഒന്നുകൂടെ പറ. It is not I who do it. It is coming from the person who is in me. Yes. ഇന്ന് നല്ല ചൂടിലാ കേട്ടോ. ഹല്ലേലൂയ. എന്നിലൂടെ അത് വെളിപ്പെടുന്നതേ ഉള്ളൂ. പറഞ്ഞാട്ടെ. It's only being revealed through me. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. I don't make it up. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ എന്റെ ശത്രുവിനെ സ്നേഹിക്കുമോ? If I am making it up, can I love my enemy? അയാളെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ വരുമോ അത്? If when I see him, does it come in me? നമുക്കറിയാം ഈ കണ്ട കാലത്തോളം വന്നു തന്നെയാണ്. We know what comes in us. നമ്മൾ ഒരിക്കലും വരത്തില്ല. Nothing comes in us. ഞാനാണ് ശ്രമിച്ചുണ്ടാക്കുന്നതെങ്കിൽ എന്നിൽ ഒരിക്കലും അവനെ കാണുമ്പം അവൻ എന്നോട് ചെയ്തത് ഓർക്കുമ്പം എന്റെ പൊന്നു ബ്രദറെ ഒന്നും വരത്തില്ല. പിന്നെ പ്രൈസ് ദി ലോർഡ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിന്റെ അവസാനം ഞാനിങ്ങനെ പ്രൈസ് ദി ലോർഡ്. I am just telling praise the Lord when I see him, but at the end nothing is happening. സ്തോത്രം. പക്ഷെ എന്നെ കൊണ്ട് അതല്ലാതെ പറ്റുന്നില്ല. But your facial expression will show that what you are meaning. Hallelujah. Hallelujah. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ക്രിസ്ത്യൻ ലൈഫിനെ അറിയുന്നത്. This is where you understand Christian life. ഓ, ക്രിസ്തീയ ജീവിതം എന്നിലൂടെ അവൻ വെളിപ്പെടുകയാണ്. In Christian life, through me he is being revealed. സത്യം പറഞ്ഞ ആ വ്യക്തിയുടെ അടുക്കൽ പോയി ഞാൻ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അവിടെ പോയോ? And in truth, in reality, when I go to him, ഈ ലൈഫ് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ അവന്റെ വീട്ടിൽ പോയോ? എന്റെ കർത്താവേ, did I go to his home? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. I cannot believe it. Yes,
അവിടെ തുടങ്ങി ക്രിസ്തീയ ജീവിതം. There the Christian life has started. അവിടെ തുടങ്ങി യഥാർത്ഥ ക്രിസ്ത്യാനി. And real Christian life has started. അവിടെ തുടങ്ങി കത്തോലിക്കൻ. There it started the. അവിടെ തുടങ്ങി മാർത്തോമക്കാരൻ. There it started. അവിടെ തുടങ്ങി ഏതുകാരനും. There it started everything. അവിടെ തുടങ്ങുള്ളൂ ഏതുകാരനും. And only at that place it starts. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ. Because you love നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. The world will know that you are my disciples. സ്നേഹം നിങ്ങളെ വലിക്കുമ്പോൾ മാത്രമേ. When love pulls you. സ്നേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ? Can love do it? സ്നേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ? Can love do that? സ്നേഹത്തിന് നിങ്ങളെ നിർബന്ധിക്കാൻ പറ്റുമോ? Can love compel you? എത്ര പേര് ചിന്തിക്കുന്നുണ്ട് സ്നേഹത്തിന് എന്നെ നിർബന്ധിക്കാൻ കഴിയുമെന്ന്? How many of you believe that love can compel you? ഒരു വാക്യം ഞാൻ വായിക്കാം. കൊരിന്ത്യൻസിൽ നിന്ന് ഒരു വാക്യം ഞാൻ എടുക്കാം. ഒന്ന് എടുത്താട്ടെ. കൊരിന്ത്യൻസിലെ ആ വാക്യം ഒന്ന് എടുത്താട്ടെ. From the book of Corinthians, 1 Corinthians 13. Yeah. 1 Corinthians 13 ആണെന്ന് തോന്നില്ല. Let me check it out. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. Okay? 5:14. ക്രിസ്തു 1 Corinthians 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒന്ന് വായിച്ചേ വാക്ക്. The love of Christ compels us. അവിടെ ഒരു ഫീമെയിൽ വോയിസ് വരുന്നുണ്ടായിരുന്നല്ലോ, അത് മിസ്സായോ? പോയോ? അതാ വരട്ടെ. 1 Corinthians 5:14. 1 Corinthians 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. Christ's love compels us. The love of Christ compels us. Hey, come on. 2 Corinthians 5:14. 2 Corinthians 5:14. Sorry, 2 Corinthians 5:14. 14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ എങ്ങനെ love of God is urging us. Love of Christ is compelling us, forcing us. പല പദങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വരുന്ന പദങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. The love of Christ is compelling us. It's forcing us. Hallelujah. ആദ്യം പറഞ്ഞു God is love. First it said God is love. പിന്നെ പറഞ്ഞു that love is urging us, compelling us. The love is urging us, it's compelling us. എന്നെ ആ സ്നേഹം അതിന്റെ ആ മൂലാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് പറയാണ് ഇതിന് വേറൊന്നും അല്ല. ഇവിടെ പറയുന്ന വിഷയം കോണ്ടെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ അറിയാം. 2 Corinthians 5 കോണ്ടെക്സ്റ്റ് ഒരുപാട് ആക്ഷേപങ്ങൾ പൗലോസിന് നേരെ കൊരിന്തിലുള്ളവർ അഴിച്ചുവിട്ടു. സോ എന്നിട്ടും പൗലോസ് സുവിശേഷ ഘോഷണത്തിൽ ഒരല്പം പോലും പുറകോട്ട് പോയില്ല. എന്തെല്ലാം ചോദ്യങ്ങൾ, ഇയാളെ ആരെ അപ്പോസ്തലനാക്കിയേ, പൗലോസിന്റെ പട്ടത്തത്തിനെതിരെ പൗലോസിന്റെ അപ്പോസ്തോലികത്വത്തിന് എല്ലാം ചോദ്യങ്ങൾ വന്നപ്പോൾ ഇതൊന്നും തന്നെ സുവിശേഷ ഘോഷണത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോയില്ല. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇത്ര എല്ലാ ആൾക്കാരും വിമർശിച്ചിട്ട് നീ എന്നെ ഒതുങ്ങാത്തെ? ഓക്കെ, ആ ചോദ്യത്തിന് മറുപടിയാണത്. ഒതുങ്ങാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കർത്താവിന്റെ സ്നേഹം എന്നെ തള്ളുക, നിർബന്ധിക്കുക. Love of Christ is compelling me. In the church of Corinth, Paul had many opposition against his apostleship and teachings. When that was there, he didn't go against them. He said, I didn't do that because the love of Christ is compelling me. Love of Christ is compelling me. The love of Christ was compelling him. 5:14 പറഞ്ഞു, 1 John 5:14 പറഞ്ഞു, God is love. In 5:14 it said God is love. ഇപ്പൊ ഇതാ ആ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് പറയാ, ആ സ്നേഹമാകുന്ന വ്യക്തി എന്നെ നിർബന്ധിക്കുന്നു. And now it says that person, the love of Christ is compelling me. കണ്ടോ, ആ പേഴ്സന്റെ പേഴ്സണാലിറ്റിയാ. That is the personality of that person. ഈ നിർബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആരാ ചെയ്യുന്നേ? The person who compels. What is that person do? ഈ ബോക്സ് നിങ്ങളെ ആരും നിർബന്ധിക്കത്തില്ല. That box, കാരണം അതിനൊരു വ്യക്തിത്വം ഇല്ല. That doesn't have a personality. അതേസമയം എനിക്ക് അത് ചെയ്താട്ടെ പ്ലീസ്, അത് ചെയ്താട്ടെ, അങ്ങോട്ടൊന്ന് വന്നാട്ടെ. But a person who ഇതെനിക്ക് ചെയ്യാൻ കഴിയും, കാരണം എനിക്ക് വ്യക്തിത്വമുണ്ട്. A person who has a personality can ഇതാ ഇവിടെ സ്നേഹം ചെയ്യുന്നേ. This is what love does it. സ്നേഹത്തെ എനിക്ക് തോന്നുന്നു സ്നേഹത്തെ ഇത് ഏറ്റവും അതാണ്. And love is the one which compels. ഹല്ലേലൂയ. ഏറ്റവും അമൂല്യമായി വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ സ്നേഹ. Most valuable thing the word teaches is love. അതിനകത്ത് ഉൾപ്പെടാത്ത ന്യായപ്രമാണമില്ല, അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്ത കൽപ്പനയില്ല, അതിനകത്ത് ഉൾപ്പെടാത്ത വിധേയത്വമില്ല. സ്നേഹം എന്ന് പറയുന്ന 2 അക്ഷരത്തിനകത്ത് എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. There is no law beyond that. Everything is included in love. സ്തോത്രം.
ഹല്ലേലൂയ. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഇല്ല, ഇതുണ്ട് നിങ്ങളിൽ, നിങ്ങൾക്കിത് പറ്റും. ഹല്ലേലൂയ. And here God says very clearly, this is there in you. കാരണം You can do it. നിങ്ങളെ ഒരാൾ നിർബന്ധിക്കുന്നുണ്ട്. Because somebody is compelling. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറ, നിങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റും. You can love your enemy. Say to the person next to you. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. You can pray for the person who persecutes you. ഇതിനു വേണ്ടി നിങ്ങളെ ആരോ നിർബന്ധിക്കുന്നുണ്ട്. No, somebody is forcing you for that. ഹല്ലേലൂയ. ഒരാളോടൊന്ന് പറഞ്ഞു, ഇതിനു വേണ്ടി നിങ്ങളെ ആരോ നിർബന്ധിക്കുന്നുണ്ട്. Say to somebody that somebody ഒരാൾക്ക് കരം ഒന്ന് കൊടുത്ത് പറ ചേച്ചി. Give hand and say that somebody is forcing you. നിങ്ങളെ ആരോ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. Somebody is forcing you to pray for the one who persecutes you. ആ നിർബന്ധിക്കുന്നവനെ അറിയുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചു. And if you know that person who compels you, ആ നിർബന്ധിക്കുന്നവന്റെ നിർബന്ധത്തിന് നിങ്ങൾ വിധേയപ്പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. and when you listen to him, you become a real Christian. എന്റെ ഈഗോ എന്നോട് പറയുന്നു പോകരുത്. My ego tells me don't go there. എന്റെ അപ്പനും അമ്മ എന്നോട് പറയുന്നു പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ആ കുടുംബം തമ്മിൽ മരിക്കാൻ നേരത്ത് അപ്പം പറഞ്ഞത്, ഞാൻ പോവാ, നീ തീർത്തോണം. And you should and my parents have also told me, okay, we have a great enmity and I am going, but you should finish this. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, കേട്ടിട്ടില്ലേ മോനെ, എടാ ഞാൻ മരിക്കാൻ പോവാ, പക്ഷെ നമ്മുടെ വീടിന്റെ മേളിൽ താമസിക്കുന്നവരുണ്ടല്ലോ, അവര് നമ്മളിവിടെ താമസത്തിന് വന്ന കാലത്ത് നമ്മളോട് ചെയ്തത് നീയായിട്ട് മറന്നു കളയല്ലേ. And you should not forget what he did. എനിക്കോ പറ്റിയില്ല, നീ എങ്കിലും എന്ത് ചെയ്തോണം. I couldn't do this, but you should make sure that you do it. ഹല്ലേലൂയ. ഇപ്പം നിന്നെ കാറിന്റെ വലത്തൊക്കെ ഇരുത്ത് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നാളിൽ നിന്നോട് ആ മനുഷ്യൻ പറഞ്ഞത് നീ മറന്നു കളയരുത്. And today he's taking you in the car, but don't forget what he said. അത് ഞാൻ അന്ന് പറഞ്ഞത് നീ മറന്നു കളയരുത്. What he said before, please don't forget. ഈഗോ കുത്തിപ്പൊക്കി എന്നോട് പറയും, പോകല്ലേ. അതിന്റെ സൈഡിൽ ഇതാ വേറൊരാൾ വലിച്ചോട് പോവാ, വാ. And in between that, somebody is pulling you, saying, come. ഈ ക്രിസ്ത്യൻ ലൈഫ് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. And we praise the Lord for having this Christian life. ഇത് എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? How many of you can റിയൽ ഡിസൈപ്പിൾഷിപ്പ് ഇതിലാണ് experience this? യഥാർത്ഥ ശിഷ്യത്വം ഇവിടെ ആരംഭിക്കുന്നത്. The real discipleship, the true യഥാർത്ഥ ശിഷ്യത്വം ഇവിടെ ആരംഭിക്കുന്നത്. This is where it starts. ഈ വചനങ്ങള് കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയ ആ നാളുകളില്, in these words when God started talking to us, പൂർവ്വ വൈരാഗ്യം മാതാപിതാക്കളായിട്ട് കുത്തിവെച്ച 4 വിഷയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. Then through parents, whatever some issues have come, I had some 4 issues inside me. ബിറ്റർനെസ് മാതാപിതാക്കളായിട്ട് നമ്മുടെ കൈ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിൽ കൂടുന്ന ഇന്നവരുണ്ടല്ലോ, some bitterness which has been passed over. അവര് മമ്മിയെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, ഡാഡിയെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിനക്ക് 3 വയസ്സുള്ളപ്പം, when you were 3 years old, പറഞ്ഞിട്ടുണ്ട്. they have said it. ഇപ്പൊ നിനക്ക് 33 വയസ്സായില്ലേ, ഓർത്തു വെച്ചോണം. Now you are 33. അവസരം കിട്ടിയാൽ, when you get a chance, പ്രതികാരം ചെയ്തോണം, take the revenge. ഹല്ലേലൂയ. ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. There are some things which has been forced on. എപ്പോഴൊക്കെ നാട്ടിൽ പോയാലും, whenever you go, പുള്ളി പോകുമ്പോ ഞാൻ ഇങ്ങനെയാണ്, when you see that person, you are having that in mind. നമുക്കറിയാടാ, നീ അന്ന് ചെയ്തത് എന്നോട് എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടടാ. What you did, I know. അയ്യോ, ഈ വചനം എന്റെ അകത്ത് കത്തി കയറിയപ്പോണ്ടല്ലോ, കർത്താവ് പറഞ്ഞു കണ്ണൂർ പോണം. When this word came to me, God said, go there. കേക്ക് മേടിക്കണം, buy cake, അവരുടെ വീട്ടിൽ പോണം. go to that house. എന്റെ ഈഗോ എന്നോട് പറഞ്ഞു പറ്റില്ല. My ego told me don't go. പക്ഷേ എന്റെ അകത്തൊരുത്തൻ നിർബന്ധിക്കാൻ തുടങ്ങി. But somebody started forcing me inside. ഞാനത് ചെയ്തു. I did that. ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു. When I went to that house, I heard a voice of God. ആ ശബ്ദം ഇതായിരുന്നു, this was that word. സ്നേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയപ്പെട്ടവനെ. The one who has been who took the compulsion of the love. ആ സ്നേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയപ്പെടാൻ നമുക്ക് കഴിയുമോ? Can you surrender to that love? ഹല്ലേലൂയ. യേശുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും 2 തരത്തിൽ ഞാനൊന്ന് വിശദീകരിച്ചാൽ, യേശുവിന്റെ മനുഷ്യത്വത്തിൽ നിങ്ങളൊന്ന് ആ ചിത്രം ഒന്ന് കണ്ടേ, ഒന്ന് കുറേ 40 അടി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഈ ചമ്മട്ടിയുടെ അഗ്രത്തിൽ കുതിരപ്പല്ലും ഈയക്കട്ടിയും
കുതിരപ്പല്ലും ഈയക്കട്ടിയും ചൂണ്ടക്കെട്ടുകളും എല്ലാം കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അപ്പൊ ഒരടി ചമ്മട്ടി ഇങ്ങനെ ഈ 5 വിരലുള്ളതുപോലെ തന്നെ ഒരു ചമ്മട്ടിയുടെ അഗ്രത്തിൽ നിന്ന് പല ശിഖരങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഒരടി അടിക്കുമ്പോഴത്തേക്കും ഈ പച്ച ശരീരത്തിലേക്ക് ഇത് മുഴുവൻ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുക. ചൂണ്ട ശരീരത്തിലൊക്കെ ഉടക്കിയിട്ടുള്ളവർക്കറിയാം, അള്ളിപ്പിടിച്ച് കയറുക. സോ ഇതിങ്ങനെ വലിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്തെ പച്ച മാംസം ഈ ഈ ചമ്മട്ടിയുടെ അഗ്രത്തിൽ അതുപോലെ ജീവൻ തുടിച്ചു കിടന്ന് പിടയ്ക്കുക. നിങ്ങൾ ഈ ചിത്രമാണ് കാണണ്ടേ. ഇങ്ങനത്തെ ഒരടിയല്ല, ഒന്ന് കുറേ 40 അടി, 39 beats. Jesus, when he was beaten up, that the thing that was used to beat him had so much of things like which could pull out flesh from him. And when he was beaten up 40 times, it was very painful for him. ഞാൻ ചിന്തിച്ച കാര്യം ഇതാ ജോസഫ് ബ്രദറെ, ഒരിക്കലും അവിടുത്തെ മനുഷ്യത്വത്തിൽ in that human thinking, ഇതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. you cannot imagine വേദനയില്ലേ, the pain. ചിന്തിച്ചു നോക്കിയേ, വേദനയില്ലേ, the pain you cannot imagine. അവിടുന്ന് ദൈവം ആയിരുന്നപ്പോൾ തന്നെ മനുഷ്യത്വത്തിലല്ലേ ഇവിടെ വന്നേ. And he was God, but he came as a man. ഈ ശരീരം പൊട്ടിക്കീറുമ്പോ വേദനയില്ലേ? When that flesh which is pulled out, does it not pain? ഒരു പ്രാവശ്യം പോലും, not even one single time, ഒരു പ്രാക്ക്, not even once, ഒരു ശാപവാക്ക്, not even a curse, സൂക്ഷിച്ചുള്ള ഒരു നോട്ടം, not even looking, യേശുവിലില്ലായിരുന്നു. Jesus didn't do it. അപ്പോഴും പ്രാർത്ഥന. And that time also praying. ഇവർ ചെയ്യുന്നതെന്നറിയായികയാൽ they don't know what they are doing. ഇവരോട് ക്ഷമിക്കണമേ. Jesus was praying at the same time when he was beaten, forgive them Father, for they don't know what they are doing. ചെയ്യുന്നത് അറിയാതെ ആരാ ചെയ്തേ? What did somebody do not knowing? ഒരടി അറിയാതെ അടിക്കുമോ? 39 അടി അറിയാതെ അടിക്കുമോ? You can beat once, but how? What 39 times? Without the knowledge or without knowing? എത്ര 39 അടി അറിയാതെ അടിക്കുമോ? Without knowing, you can beat 39 times? You cannot. You cannot. എന്നിട്ടും യേശു പറയാ, ഇവർ ചെയ്യുന്ന അറിയാതെയാ ചെയ്ത്, ഇവരോട് ക്ഷമിക്കണേ. They were knowingly beating him 39 times. Still Jesus was telling, they don't know what they are doing, forgive them. എന്താ കർത്താവേ അങ്ങേ മനുഷ്യത്വത്തിൽ, ദൈവത്വത്തിൽ അവിടത്തേക്ക് ഇതൊക്കെ പറ്റും. As a God he can do that, but as a man. പക്ഷെ ലാസറിന്റെ വീട്ടിൽ യേശുവേ ഞങ്ങൾ ആ ദൈവത്തെ അല്ലല്ലോ കണ്ടേ, ആ മറിയയുടെ കൂടെ ഇരുന്ന് കരയുന്ന ആ പച്ച മനുഷ്യനെയാണല്ലോ കണ്ടേ. And at the house of Lazarus we saw Jesus who was sitting and crying. ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ദാഹമുള്ള ആ മനുഷ്യത്വത്തെയാണല്ലോ ഞങ്ങൾ കണ്ടേ. At the cross when Jesus said I am thirsty, we saw a man. ആ മനുഷ്യൻ എങ്ങനെ ഇത് പറ്റി? How can that man do it? യേശുവിൽ അത് പറ്റിയത്, Jesus could do it. അവിടുത്തെ ദൈവത്തിന്റെ പിതാവിനോടുള്ള സ്നേഹത്തിലായിരുന്നു. He could do it because of the love of the Father. Jesus. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ ഇപ്പം യൂദ വരുന്നു എന്ന് കാണുമ്പോഴും, when he knew that Judas is coming to betray him, ചെവിയോട് ചെവിയും കണ്ണോട് കണ്ണും ചേർത്ത് അവനെ ചുംബിക്കാൻ എങ്ങനെ തോന്നി? when he came and hugged him, he knew that he is coming to betray him. എങ്ങനെ തോന്നി? How could he allow that to happen? ആ ഗത്സമനയിൽ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങിയ സ്ഥലത്ത് വെച്ചെങ്കിലും യേശുവേ ആ ചുംബനത്തിന്റെ സമയത്തെങ്കിലും വിരൽ ചൂണ്ടി ഒരു വാക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ? When he was coming to betray him, he could have said something. സ്നേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. Love cannot do that. സ്നേഹം ഒരു ഉപദേശമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ചെയ്തേനെ. If love was a doctrine, that could have been done. സ്നേഹം ഒരു പ്രസംഗമായിരുന്നെങ്കിൽ പ്രസംഗത്തിന് ശേഷം ഒരുപക്ഷെ അങ്ങനെ ആയി മാറിയേനെ. If love was only a preaching,
it could have changed. എന്നാൽ സ്നേഹം ഒരു വ്യക്തിയാകയാൽ, But for love is a person. സ്നേഹത്തിന് ഒരു ഡിവിനിറ്റി ഉള്ളതിനാൽ, Because love has a divinity. സ്നേഹത്തിന് ഒരു പേഴ്സണാലിറ്റി ഉള്ളതിനാൽ, Because love has a personality. നിങ്ങളുടെ ഓരോ ഇമോഷൻസിനെയും ഈ പേഴ്സണാലിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Every emotion that a man has. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. Let's give thanks and praise to him. ഞാൻ ഈ സമയത്ത് അനുഭവിക്കുന്നു ആ ദൈവ സ്നേഹത്തെ. I am experiencing that love of God. ചിലതിനെ വലിച്ചോണ്ട് പോവുക, Somebody is going to be ചിലതിനെ വലിച്ചോണ്ട് പോവുക. and it's going compelled. വർഷങ്ങൾ പഴകിയ വൈരാഗ്യങ്ങൾ ഇന്നിവിടെ ശമിക്കപ്പെടുന്നു. Some old enmities are getting destroyed today here. ഇന്നലെ ഉപദ്രവിച്ചവനെയും നാളെ പോയി സ്നേഹിക്കുന്നു. And you will go and love that person. അയ്യോ, സ്നേഹം കൊണ്ട് നേടാൻ പറ്റുള്ളൂ. Only love can conquer. സ്നേഹം കൊണ്ട് നേടാൻ പറ്റുള്ളൂ. Only love conquers. ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് നേടാൻ പറ്റുള്ളൂ. Only love can conquer. ഇപ്പൊ പ്രതികരിക്കണ്ട. Don't go against now. ഞങ്ങളിങ്ങനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പലയിടങ്ങളിൽ പോകുമ്പോൾ ഈ പെന്തക്കോസ്ത് ഉപദേശങ്ങൾ പറയാത്തതുകൊണ്ട് അത് പറയുമെന്ന് വിചാരിച്ച് മീറ്റിങ്ങുകൾക്ക് വരുന്നവര് മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഹരാസിങ് ആവും. When we go to some places where Pentecost and those kind of people come, when we say talk about love, after this it's become like a harassment. അല്ല, അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയാത്തപ്പോ they think this is the way it has to be, and when that is not heard, they get harassed. അവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ശത്രുതാ മനോഭാവത്തിലോട്ട് വരും. Their attitude changes. ശത്രുതാ മനോഭാവത്തിലേക്ക് വന്നിട്ട് ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന അപ്പോഴും നല്ലതായിട്ട് നമ്മൾ ചിരിച്ചു കാണിക്കും. Then we show a smiling face. ആദ്യം ഭയങ്കരമായിട്ട് എതിർപ്പിൽ നിൽക്കും. First there's a great opposition. പിന്നത്തേതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, and later on I have seen, സ്നേഹം പോയി അവരെയും കീഴടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ കണ്ടു. Love will go and conquer them. സ്നേഹം പോയി അവരെയും കീഴടക്കും. Love goes and conquers them. വെട്ടി കീറാൻ വന്നവനും and the person who came to punish, സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങിച്ചു പോകും. and he will surrender before love. കാരണം ഇത് ഒരാശയമല്ല, ഇതൊരു ഉപദേശമല്ല, this is not a ഇതൊരു വ്യക്തിത്വമാണ്. this is a ആ വ്യക്തി യേശുവാണ്. and that person is ആ വ്യക്തി Jesus. നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതാണ് ഏറ്റവും വലിയ അതിശയം. and that person is inside you. That is the greatest miracle. പുറത്തുനിന്ന് വന്ന് വലിക്കേണ്ട ആവശ്യമില്ല, അകത്ത് തന്നെ ഇരിപ്പുണ്ട് തള്ളാൻ. and there is nobody has to come out and pull. He is already inside you. ഹല്ലേലൂയ. അകത്ത് തന്നെ ഇരുന്ന് നിങ്ങളെ ഈ സ്നേഹത്തിന് നിർബന്ധിക്കാൻ കഴിയും. and he compels you sitting inside you. എന്റെ സഹോദരങ്ങളെ, ഈ വചനം പലരുടെ ഉള്ളിലേക്ക് കയറുന്നത് ഞാൻ കാണുന്നു. My brothers, this word is getting inside in several people here. ഈ വചനം പലരുടെ ഉള്ളിലേക്ക് കയറുന്നു. This word is getting inside. എത്ര ഹരാസ് ചെയ്താലും, how much ever harassment has happened, നമുക്ക് ഹരാസ്ഡ് ആകാൻ പറ്റുകയില്ല. we cannot be harassed. അപ്പൊ നമ്മളോട് അവർ ചോദിക്കും, എങ്ങനെ ഇങ്ങനെ സൗമ്യനാകാൻ പറ്റും? how you can be meek? പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ, നമ്മൾ ആകുന്നതല്ല, നമ്മളെ ഇങ്ങനെ അകത്തിരുന്ന് ആക്കുന്നതാണ്. and we know that we are not becoming meek, but Jesus in me is making me meek. തിരിച്ച് നാക്കിന് വരെ നാക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ? it is not that we don't know to talk back. ഉയ്യോ, നാക്ക് വെച്ചോണ്ടിരുന്ന കാലത്തൊക്കെ നമുക്കറിയാം, ഒന്ന് പറഞ്ഞ 9 പറയുമായിരുന്നു. and if somebody tells us one, we go back and say twice. ഇന്ന് തിരിച്ചു പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. it's not that we don't know how to speak back. അല്ലെ അവരെ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ വാദത്തിന് മറുവാദമോ എടുവാദമോ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. it's not that we don't know how to talk back and tell them whatever they argue, counter argument. കൗണ്ടർ ആർഗ്യുമെന്റും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. it's not that we don't have a അകത്തുള്ള ആള് സമ്മതിക്കുന്നില്ല. the man inside you, the person inside you, കുറ്റാരോപിതനാകുമ്പോഴും പുറത്താക്കപ്പെടുമ്പോഴും തിരസ്കരണം വരുമ്പോഴും തിരിച്ചു പ്രതികരിക്കാൻ അറിയാൻ വരാഞ്ഞിട്ടോ അവസരമില്ലാഞ്ഞിട്ടോ അല്ല. it's not that because you don't have a time to do it, but it is because he is inside you. അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നതിന്റെ കാര്യം ഞങ്ങൾക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ സ്നേഹം അവരെയും കീഴടക്കും. and we know that one day, today or tomorrow, that same love will conquer them. ഒരുപക്ഷെ ഇന്ന് കാണുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ ആർഗ്യുമെന്റ് ഉണ്ടാക്കി പോയാൽ സ്നേഹത്തിന് പോലും അവരെ പിടിച്ചടക്കാൻ പറ്റുകയില്ല. and if we argue and go back, love cannot conquer. ഹല്ലേലൂയ. hallelujah. കഴിഞ്ഞിടയിൽ സംഭവിച്ച ഒരു കാര്യം, ഒരു അഭിഷിക്തൻ കുറേ നാളുകളായിട്ട് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഒക്കെ ഇങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. and it has happened recently. one of the things, one person was just provoking through Facebook and other social network. വേറെ ഒന്നുമല്ല, ഈ ഉപദേശപരമായ വിഷയങ്ങളാണ്. only nothing but just spiritual teachings. അപ്പം നമ്മളിത് പറയുമ്പോൾ അപ്പം പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ അകത്തുണ്ടാകും. when we say something openly, they have some issues. അപ്പോൾ സംഭവിച്ചൊരു കാര്യം,
കുറേ നാളുകളായിട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോൾ പൊതുവിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് പുള്ളിക്കാരനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ പ്രൊവോക്ക് ചെയ്തെങ്കിലും സ്റ്റിൽ ഐ ലവ് യു കേട്ടോ. Even though he was putting messages publicly, I gave him personal messages. Even though you are doing all this, I still love you. ഒരു ദിവസം അദ്ദേഹം സിക്കായിരിക്കുന്നു എന്ന് കേട്ടു. One day I heard that he is sick. അപ്പം ഐ തോട്ട് ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് ഓഡിയോ അദ്ദേഹത്തിന് ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചങ്ങ് അയച്ചു കൊടുക്കാം. I thought, okay, I will pray a detailed audio message and give it to him. ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു ഡീറ്റെയിൽഡ് ഓഡിയോ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്തു. And I recorded a detailed audio message and sent it to him. അദ്ദേഹം റിപ്ലൈ ഒന്നും ചെയ്തില്ല. He didn't reply. കഴിഞ്ഞ ദിവസം വേറൊരാളുമായിട്ട് പൊതുവെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, When he was talking to somebody else afterwards, ഞാൻ സ്നേഹിക്കുന്ന പലരും ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, പക്ഷെ ഞാൻ ശത്രു എന്ന് കണ്ടവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി വീഡിയോ അയച്ചു, ഓഡിയോ അയച്ചു, അതെന്നെ രൂപാന്തരപ്പെടുത്തി. And he told that, okay, what I thought people loves me, they didn't turn back to have a look at me, but what the person I thought who hates me, he prayed for me. ഇന്ന് ആ സഹോദരനാണ് ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗ് ആ രാജ്യത്ത് കണ്ടക്ട് ചെയ്യുന്നത്. And today that person is conducting that Grace Community meeting in that place. ഹല്ലേലൂയ. അപ്പം ഞാൻ അതിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രൊവോക്ക് ചെയ്താൽ എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടും, പക്ഷെ സ്നേഹിച്ചാൽ എനിക്ക് അദ്ദേഹത്തെ നേടാം. If I provoke, I will lose him. But if I love him, I can conquer him. ഇതിന് നമുക്ക് വ്യക്തിത്വത്തെ പറ്റുകയില്ല. ഞാൻ ഒരുപാട് നാൾ ഇത് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റത്തില്ല. I have tried several times, but it's never happened. പറ്റത്തില്ല. പക്ഷെ ഈ വ്യക്തി അനുവദിക്കപ്പെട്ടാണ്ടല്ലോ, ഇറ്റ്സ് വെരി ഈസി. നിങ്ങളുടെ എഫോർട്ട് കൂടാതെ ഇത് നടക്കും. Without your effort, this can happen. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. വിത്തൗട്ട് യുവർ എഫോർട്ട്. ഇന്ന് സ്നേഹിക്കാൻ നിങ്ങൾ എഫോർട്ട് എടുക്കുന്നെങ്കിൽ ഈ വ്യക്തി അനുവദിച്ചാൽ ഇദ്ദേഹത്തിന്റെ എഫോർട്ടിനാൽ നിങ്ങൾ പോയി സ്നേഹിക്കാൻ തുടങ്ങും. Today if you are starting to take effort, that cannot happen. But if this person is allowed, the person is allowed. With his help, Jesus the person. Jesus the person who is inside you. സ്നേഹത്തിന്റെ വ്യക്തി നമ്മെ തള്ളാൻ തുടങ്ങും. The person who has the love, Jesus. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടോ ഈ ക്രിസ്ത്യൻ ലൈഫിൽ? അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ എൻ്റെ ബ്രദറെ, ഞാൻ അവിടെ വീട്ടിൽ പോകാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഞാൻ അവിടെ ചെന്നല്ലോ എന്ന്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊന്ന് കരമുയർത്താമോ? അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, if you have got an experience that you have thought that I will never meet this person, but you went to their house and you thought yourself, ഒന്ന് പറയാം, ഒന്ന് അങ്ങനെ സംഭവിച്ചിട്ടുള്ളവര് ഒന്ന്, if that has happened in your life, സംഭവിച്ചിട്ടുണ്ടോ? വന്നിട്ട് ചോദിക്കട്ടെ, ജിൻസി ചോദിക്കട്ടെ. ഓക്കെ, എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? ഹൗ വാസ് ദാറ്റ്? ഞാൻ ഈ യുകെയിൽ വന്നിട്ട് ഏറ്റവും വെറുത്ത രണ്ട് വ്യക്തികളുണ്ട്, ഞാനും എൻ്റെ ഫാമിലിയും. അത് കഴിഞ്ഞ പ്രാവശ്യം സജിത്ത് ബ്രദറിൻ്റെ മീറ്റിങ്ങിന് വന്നിട്ട് സജിത്ത് ബ്രദറിൻ്റെ മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി. മിണ്ടത്തില്ല എന്നുദ്ദേശിച്ച 3 ഭവനങ്ങളിൽ ഞങ്ങൾ പോയി. ആ സന്തോഷം ഞങ്ങൾ ഫാമിലിയായിട്ട് അറിഞ്ഞവരാണ്. വളരെ ഹാപ്പി ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഹൃദയത്തിൻ്റെ സകല വിരോധവും അവരിൽ നിന്ന് മാറിപ്പോയിട്ട് ആ സ്നേഹം ഇന്നും എനിക്ക് എനിക്കിപ്പം വെറുക്കാൻ കഴിയത്തില്ല. വെറുക്കുമ്പോൾ തന്നെ മുൻപിൽ യേശു വന്നിട്ട് എന്നോട് പറയുന്നത് പോലെ തോന്നും, നോ. അങ്ങനെ ഒരു വലിയൊരു അനുഭവം. അത് വളരെ ഹാപ്പി ആയിരുന്നു. വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ തകരുന്നത് അവരാ. If you go to that house, they will കാരണം നിങ്ങളെ അവരവിടെ എക്സ്പെക്ട് ചെയ്യുന്നേയില്ല. Because you are not expected to come there. രണ്ടു കൂട്ടരും വലിയ മതിൽ പണിതിട്ടിരിക്കുക. And both are having blocks between. ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ദൈവമേ, നിങ്ങൾ എന്നെ കാണാൻ വന്നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. You came to see me. പൊട്ടി തകരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഇതുപോലൊരു കേസിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴത്തേന് ഈ മനുഷ്യൻ കറങ്ങി അടിച്ച് താഴെ പോയി. ഞാൻ പിന്നെ ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് ചേർത്ത് വെച്ചു. മണിക്കൂറുകൾ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 മണിക്കൂറുകൾ ഈ മനുഷ്യൻ വിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു, അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ സ്വർഗം അവിടെ ഇറങ്ങി വന്നു. വലിയ അത്ഭുതം അവിടെ സംഭവിക്കാനിടയായി. ആ മനുഷ്യന്റെ പല രോഗങ്ങളും വന്ന് സൗഖ്യമായി. എൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് ഞാൻ ചെയ്തതല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ഇതിന്റെ ക്രെഡിറ്റ് എനിക്കില്ല, കർത്താവിനാ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. I had an experience where I had a person who had brought
great losses to me, and I had great mind has gone against them. But I went to visit that person, and in visiting that person, he lost himself, and he didn't expect me to see there. And when I went there, I had to sort out by he was just crying for an hour and a half. And we both sat and prayed, and both real repentance start only in love. And that person has got some healings, and his life changed. യഥാർത്ഥ മാനസാന്തരം സ്നേഹത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. Real repentance can happen only in love. ജീസസ് സക്കായിയോട് ഒരു ഉപദേശവും യേശു പറഞ്ഞില്ല. To Zacchaeus, Jesus did not say, നീ ചതിവായിട്ട് വാങ്ങിയത് കൊടുക്കാൻ സക്കായിയോട് യേശു പറഞ്ഞിട്ടില്ല. He didn't tell him that you give back what you take. നീ പലിശക്കാരനാ, നീ രക്ഷപ്പെടത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടില്ല. Jesus did not tell him that you will. ഒരു ഉപദേശവും യേശു പറഞ്ഞിട്ടില്ല. No teaching was told to him. പക്ഷേ കർത്താവിന്റെ സ്നേഹം, that love of Jesus. യേശുവിന്റെ സ്നേഹം വീട്ടിൽ ചെന്നപ്പോൾ സക്കായി ഇങ്ങോട്ട് പറയാ, ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. ഇന്നലെ നീ കൊടുക്കാഞ്ഞേ? When Jesus came into his house, he said, whatever I took, I will give it back. ഇതന്നെ ഇന്നലെ നീ കൊടുക്കാഞ്ഞേ? Why didn't you do it before? ഇന്നലെ വ്യക്തി വന്നിട്ടില്ലായിരുന്നു, ഇന്ന് വ്യക്തി വന്നു. Before the person യേശുവിന്റെ സ്നേഹം ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ സ്നേഹം. The love of Jesus. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ പോയി ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുമ്പം വാസ്തവത്തിൽ ക്ഷമ ചോദിക്കേണ്ടത് നമ്മളോടാ, എന്നിട്ടും നമ്മൾ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിക്കുമ്പോൾ ആ വ്യക്തികൾ ഉരുകി വീഴുന്നത് കണ്ടിട്ടുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? How was that experience? എന്നോട് വൈരാഗ്യമായിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ദൈവസ്നേഹത്തിൽ ഞാൻ മനസ്സാന്തരപ്പെട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിച്ചെന്ന് ആ വ്യക്തിയെ അടുത്ത് പോകാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ കർത്താവ് എന്നെ പ്രേരിപ്പിച്ച് ആ വീട്ടിൽ ചെന്ന് ഞാൻ ചെല്ലുന്നതിന് മുന്നേ ആൾ ഓടി ഇറങ്ങി കരഞ്ഞോണ്ട് ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ക്ഷമ ചോദിക്കാൻ ചെന്നതാണ്. പക്ഷെ എന്നോട് ആ വ്യക്തി തിരിച്ച് ക്ഷമ ചോദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആ സന്തോഷമുണ്ടല്ലോ, എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആ സ്നേഹമെന്ന് പറയുന്നത് അത് അത്രമാത്രം വിലയേറിയതാണ്. അത്രമാത്രം നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് എപ്പോഴും ഒരുങ്ങിക്കൊള്ളണം സഹോദരങ്ങളെ. അതാണ് കർത്താവ് നമ്മളെ ആമീൻ നമ്മളല്ലാതെ നമ്മളെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന അനുഭവം. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഒന്ന് അനുവദിച്ചാട്ടെ, അതിന്റെ നിർബന്ധം ഒന്ന് സ്വീകരിച്ചാട്ടെ. ഒന്ന് എന്നോട് ചേർന്ന വാക്ക് പറഞ്ഞേ, സ്നേഹത്തിന്റെ നിർബന്ധം. The compulsion of love. ഒന്ന് ആ സ്നേഹത്തിന്റെ നിർബന്ധം. ഞാനിങ്ങനെ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ചങ്ങനാശ്ശേരിയിലും പലയിടങ്ങളിൽ നിന്നുമായിട്ട് കൗൺസിലിങ്ങിനായിട്ട് വരുന്ന സമയത്ത് when people come to me for counseling, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ച ചില ഇൻസിഡന്റുകൾ ഞാൻ ഓർക്കുക. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന മകള് അമ്മായിമ്മയായിട്ട് ഭയങ്കര വഴക്കാണ്. വഴക്കിന് കാരണം വേറൊന്നുമില്ല, ഇത്രയുള്ള കാരണം അമ്മായിമ്മയോടാണ് അല്ലെങ്കിൽ അമ്മയോടാണ് മോന് കൂടുതൽ ഇഷ്ടം എന്ന ഒരു ചിന്ത. ഓക്കെ, എന്നെക്കാട്ടിലും കൂടുതൽ അമ്മയാണ് ഇഷ്ടം എന്ന ചിന്തയിൽ നിന്ന് അതികഠിനമായ പ്രശ്നം വീട്ടിൽ നടക്കുകയാണ്. അപ്പം ഈ ഒരുവനെ തന്നെ നനച്ചു നിന്നാൽ വരുന്നതല്ല അവനും തോന്നുന്നു പറഞ്ഞ പോലെ ഈ ഒരു 15 വർഷമായിട്ട് എടുത്തു കൂട്ടി വെക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അന്ന് അമ്മ ഓക്കെ ഇങ്ങനെ അടുക്കി ലെയർ ആയിട്ട് ഇങ്ങനെ അടുക്കിയിരിക്കുക. അപ്പോൾ കൗൺസിലിങ്ങിനായിട്ട് വന്നു. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സിസ്റ്റർ ഇങ്ങനെ ഉള്ളു വിങ്ങുവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സ് ഞാനുമായിട്ട് സംസാരിച്ച് കാണും. 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയാൻ തുടങ്ങി, പലതും എൻ്റെ തെറ്റിദ്ധാരണകളാണെന്ന് എനിക്ക് തോന്നുന്നു, പലതും എൻ്റെ ഞാനിങ്ങനെ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, വീട്ടിലേക്ക് ചെന്ന ഉടനെ കുറച്ച് എക്സ്ട്രീം ആയിരുന്നു ഞാൻ പറഞ്ഞു, എനിക്ക് ആ പുള്ളിക്കാർ ചെയ്യുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. വീട്ടിലേക്ക് ചെല്ലുന്ന ഉടനെ അമ്മയെ കയറി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയരെ, ഈ സിസ്റ്റർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിറ്റേ ദിവസം കണ്ടിന്യൂസ് 3 days മീറ്റിംഗ് നടക്കുമ്പോഴാണ് പിറ്റേ ദിവസം മീറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞ വാക്കിതാണ്, എൻ്റെ ബ്രദറെ, ഞാൻ ചെന്നപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ അമ്മയെ കണ്ട കാഴ്ചപ്പാടിലല്ല, അമ്മായിമ്മയെ കണ്ട കാഴ്ചപ്പാടിലല്ല ഞാനന്ന് കണ്ടേ. ആ സ്ത്രീ അല്ലെങ്കിൽ അമ്മ എന്നോട് ചെയ്തത് മുഴുവൻ എനിക്കറിയാം.
പക്ഷെ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ച് ഞാൻ അതവിടെ പോയി ചെയ്തപ്പോഴത്തേക്കും അമ്മ എൻ്റെ കൂടെ വിതുമ്പിക്കരയാൻ തുടങ്ങി. അമ്മ എൻ്റെ കൂടെ വിതുമ്പിക്കരയാൻ തുടങ്ങി. രാത്രിയിൽ ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. 2:30 വരെ, നേരം വെളുക്കാറായി, മിഡ് നൈറ്റ് 2:30 വരെ ഞാനും എൻ്റെ അമ്മയുമായിട്ടിരുന്ന് സംസാരിച്ചു. ഇത്രയും വർഷമായി ഞങ്ങൾ വിവാഹം കഴിച്ചു വന്നിട്ട്, പക്ഷേ ഇതുവരെ ഞാനും എൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു. 2:30 വരെ ഞങ്ങൾ സംസാരിച്ചു. ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മാത്രം കൊടുത്ത് ഞങ്ങളുടെ വീട് ഒരു സ്വർഗമായി. മറ്റേത് അമ്മ പറയുന്നത്, നീ കണ്ട പ്രാർത്ഥനയ്ക്ക് മുഴുവൻ പോയിട്ട് എന്നാടി കാര്യം എന്നായിരുന്നു പറഞ്ഞേ. There is one incident what brother was speaking about when he was doing the counseling. അമ്മായിമ്മ രക്ഷപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാൽ the issue was between the daughter-in-law and the mother-in-law. She thought that okay, the son was loving the mother so much better more than the wife. So finally that issue was solved by telling that okay, when you go home you try to show that she is your own mother, and when that was revealed they both came to the prayer meeting the next day. ഇന്ന് ഞാനിത് എന്തിനാ ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇത് പറയാനായിട്ട് തള്ളുന്നു. ഇന്ന് ഒരുപാട് മാനുഷിക ബലഹീനതകളുടെയും കാരണങ്ങൾ ഓപ്പണപ്പാക്കാത്ത ഹൃദയങ്ങളാണ്, തുറന്നു പറയാത്ത സങ്കടങ്ങളാണ്, വിട്ടുകളയാത്ത വൈരാഗ്യങ്ങളാണ്. ശരിയായിരിക്കും, ചിലപ്പം ആ വ്യക്തി തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാം. Today the problem issues would be okay, you would not have opened up. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുണ്ട് ബ്രദറെ. And you may be saying okay, I know that there is a thing like that. ഇതുപോലെ തെളിവുള്ള എത്രയോ കാര്യങ്ങൾ ദൈവം നിങ്ങളോട് ക്ഷമിച്ചു. And how many more things Jesus that God himself has forgiven you. പറയൂ. ഇതുപോലെ നിങ്ങൾ നിരത്തുന്ന പോലെ നിങ്ങളുടെ കാര്യത്തിൽ തെളിവ് നിരത്തുമായിരുന്നെങ്കിൽ ജീവനോടെ ഭൂമിയുടെ മേളിൽ ഉണ്ടാവുമായിരുന്നു. If God himself was to look at you in the same way, you would not have been alive. കൃപ കിട്ടി, പക്ഷെ കൃപ കൊടുക്കാൻ തയ്യാറല്ലല്ലേ. You got the grace, but you are not willing to give the grace. ദാനം കിട്ടി, പക്ഷെ ദാനം കൊടുക്കാൻ, ഇളച്ച് കിട്ടി, പക്ഷെ ഇളച്ച് കൊടുക്കാൻ തയ്യാറല്ലല്ലേ. But you got the forgiveness, you are not willing to forgive. നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. Whatever has forgiven to you. ആദ്യത്തെ ഞാനാ അതാ എന്നും ചൊല്ലുന്നത്. കടങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ. Whatever I forgive, please forgive me. ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് ക്ഷമിക്കണേ. I am forgiving and forgive me. Hallelujah. That's a prayer. ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ളിടത്ത് എന്നോട് ക്ഷമിക്കണേ എന്നുള്ളത് വലുതായിട്ടും പറയും. നോ, അതല്ല. കർത്താവ് ഇന്ന് വാസ്തവമായിട്ട് ഇന്ന് ഓൺലൈനിലൂടെ ലോകരാജ്യങ്ങളിൽ പല കോണ്ടിനെന്റുകളിൽ നിന്ന് ഞങ്ങളോടൊപ്പം യോജിക്കുന്നവരുണ്ട് ഈ ശുശ്രൂഷയിൽ. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ക്രിസ്തീയ ജീവിതം ഇതാണ്. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഉപദേശ വ്യത്യസ്തതകൾ കാണാം. പലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും അവർ ചെയ്യുന്നുണ്ടാകാം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും നിങ്ങളും ചെയ്യുന്നുണ്ടാകാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിശ്വാസമല്ല വലുത്, സ്നേഹമാണ് വലുത്. Today the people who are watching online remember that it is not faith which is biggest. നമ്മളെല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ് തമ്മിലടിക്കുന്നത്. നീ അത് വിശ്വസിക്കുന്നു, ഞാൻ ഇത് വിശ്വസിക്കുന്നു, എനിക്ക് നീയുമായിട്ട് യോജിച്ചിരിക്കാൻ പറ്റില്ല. വിശ്വാസത്തേക്കാൾ വലുത് അവന്റെ സ്നേഹം. എന്നാ വേണം വിശ്വസിച്ചോട്ടെ, ഈ ഇരിക്കുന്ന സഹോദരൻ എന്നാ വേണം വിശ്വസിച്ചോട്ടെ, കാരണം വിശ്വാസത്തേക്കാൾ വലുതാ സ്നേഹം. Love is greater than faith. നിങ്ങൾക്കുള്ള വിശ്വാസത്തേക്കാൾ എനിക്ക് വലുതാ നിങ്ങൾ. And the faith which you have is the love is greater. ഓ ഹല്ലേലൂയ. കർത്താവിൽ അതായിരുന്നു പ്രകടമായത്. ആ അപ്പന്റെ മക്കളാ നിങ്ങൾ. ദുഷ്ടനും നീതിമാനും ഒരേ മൈൻഡ്. And the same, you are the children of the same. രണ്ടുപേർക്ക് മഴ കൊടുക്കും, രണ്ടുപേർക്ക് സൂര്യനെ ഉദിപ്പിക്കും. ഞാൻ 5-ാം തീയതി വായിച്ച നിങ്ങൾ, 2 പേർക്ക് സൂര്യനെ ഉദിപ്പിക്കും, 2 പേർക്ക് മഴ കൊടുക്കും. ഒരേ നിലപാട്, ഒരേ പക്ഷപാതരഹിതമായ നിലപാട്. ഇത് ദൈവത്തിന്റെ നിലപാടാണ്. ഈ ദൈവപുത്രനാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഈ ദൈവപുത്രൻ നിങ്ങളെ വലിക്കുന്നു, നിങ്ങളെ നിർബന്ധിക്കുന്നു, നിങ്ങളെ തള്ളുന്നു, അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. അവൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ആകാൻ പറ്റും, കാരണം ഇങ്ങനെ ഉള്ളവനാ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ. The Father whom you believe. എത്ര പേര് ഇതിനു വേണ്ടി റെഡിയാകും, എത്ര പേര് ഇതിനു വേണ്ടി റെഡിയാകും. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയാം, പൊട്ടുകയാ ഉള്ളിൽ, പൊട്ടുക. ബിറ്റർനെസ്സുകൾ, കയ്പുകളെ കർത്താവ് പൊട്ടിച്ചു കളയുകയാണ്. The bitterness is getting broken.
കയ്പുകളെ യേശു പൊട്ടിച്ചു കളയുകയാണ്. വർഷങ്ങൾ പഴക്കം ചെന്ന രോഗങ്ങൾ ഇന്നിവിടെ സൗഖ്യമാവുകയാണ്. കാരണം ആ രോഗത്തിന് കാരണം ഇതിൽ നിന്ന് വന്നത്, ആ കയ്പിൽ നിന്ന് വന്ന് അകത്ത് കിടക്കുന്ന ആ രോഗങ്ങൾ നിലവിളി ഇപ്പോൾ ഇവിടെ ഉയരും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ സ്പർശനം നിങ്ങളെ ആകമാനം ഇപ്പൊ വന്ന് തൊടാൻ പോകുകയാണ്. ഒരു നിമിഷം എന്റെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ആ വേദപുസ്തകങ്ങളെ അടച്ചു മാറ്റി ആ കണ്ണുകളെ ഒന്ന് അടച്ച് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായിക്കോ. ഇതാകുന്നു ആ സമയം. Get ready, get ready, get yourself ready. Hallelujah, hallelujah. We're going to pray together. കർത്താവേ, oh Jesus, hallelujah. ദൈവമക്കളെ, ഇന്ന് വ്യക്തിപരമായി പലരുടെ ഉള്ളിലേക്കും ഈ സ്നേഹം എന്ന വ്യക്തി പ്രവേശിക്കുകയാണ്. അങ്ങനെ പറയാനായിട്ട് യേശു എന്നോട് പറയുന്നു, നിങ്ങൾ സ്നേഹമെന്ന ഉപദേശം കേട്ടവരാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ഒരു വ്യക്തിയെ ഉള്ളത്തിൽ സ്വീകരിച്ചവരായിട്ടാണ്. സ്നേഹത്തിന്റെ പിന്നിലെ വ്യക്തി നിങ്ങളെ വലിക്കുന്നു, സ്നേഹത്തിന്റെ വ്യക്തി നിങ്ങളെ നിർബന്ധിക്കുന്നു. ഓ ജീസസ്, നിങ്ങളെ നേടൂ. ഫൈനൽ വിക്ടറി ലവിനായിരിക്കും. ഓ ജീസസ്, ആത്യന്തിക ജയം സ്നേഹത്തിനായിരിക്കും. ആത്യന്തിക ജയം സ്നേഹത്തിന് ആയിരിക്കും. ഹല്ലേലൂയ. സ്നേഹം മാത്രമേ നിലനിൽക്കൂ. അന്യഭാഷ നിലനിൽക്കത്തില്ല. ഓ കൃപാവരങ്ങൾ നിലനിൽക്കയില്ല. പ്രവചനം നിലനിൽക്കയില്ല. അഭിഷേകം നിലനിൽക്കയില്ല. പക്ഷെ സ്നേഹം നിലനിൽക്കും. സ്നേഹം മാത്രമേ നിലനിൽക്കുള്ളൂ. എത്ര പൂർണ്ണമായത് വന്നാലും നിലനിൽക്കുന്നത് സ്നേഹം മാത്രമാണ്. ഓ ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് കയറുക. ഇതൊന്ന് ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഒന്ന് അനുവദിച്ചേ. ആ നെഞ്ചിലേക്ക് കരമമർത്തി വെച്ച് പറ, യേശുവേ, സ്നേഹമേ, സ്നേഹമെന്ന വ്യക്തിയെ, വ്യക്തിയായ സ്നേഹമേ, എന്നെ നിർബന്ധിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുന്നു. എന്നെ വലിച്ചുകൊണ്ട് പോകുവാൻ ഞാൻ നിർബന്ധിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എന്നെ കൊണ്ട് സ്വയമായി ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് നിങ്ങളെ ഉപദ്രവിച്ചവരുടെ ചിത്രങ്ങൾ ഒന്നൊന്നായി അടഞ്ഞ കണ്ണിന് മുമ്പിൽ തെളിയട്ടെ. കാലാകാലങ്ങളായി നിങ്ങളോട് വൈരാഗ്യം പുലർത്തിയവരുടെ മുഴുവൻ ചിത്രങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ കൺമുമ്പിൽ തെളിയട്ടെ. എന്നിട്ട് അവരെല്ലാം നോക്കിയിട്ട് പറയാൻ കഴിയട്ടെ, എന്റെ സ്വയത്തിൽ എനിക്ക് പറ്റുന്നില്ല, എന്നെ വലിച്ചുകൊണ്ട് പോയി അത് ചെയ്യിപ്പിക്ക. Let it happen. Let the healing. കാർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യട്ടെ. Let it go on, move on. എന്റെ ചുവടുകൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലട്ടെ. Let my steps go to his house. എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ നിന്ന് അവരുടെ നമ്പർ തപ്പിയെടുക്കപ്പെടട്ടെ. Let the contact details of the person whom we hate, let it come. അവരെ മീറ്റ് ചെയ്യുവാൻ അവസരമുണ്ടാകട്ടെ. Let there be a meeting with them. ഇന്ന് പലരെ നോക്കി യേശു പറയുന്നു, you are my real disciple. And Jesus is looking at നിങ്ങൾ എന്റെ യഥാർത്ഥ ശിഷ്യന്മാരാണ്. You are my true disciple. കരമടിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. Jesus did not say that if you clap your hands you are becoming my disciple. നിങ്ങൾ നാവിൽ ഒരുപാട് അന്യഭാഷ പറഞ്ഞാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. Even if you say lot of things in tongues, നിങ്ങൾ ഈ പള്ളിയിൽ പോക്ക് നിർത്തി ആ പള്ളിയിൽ പോക്ക് തുടങ്ങിയാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. If you go to this church or if you go to that church, പക്ഷേ യേശു ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. But Jesus has said that if you love one another, let the love control you. You are my disciple. അവന്റെ സ്നേഹം നിങ്ങളെ നിയമിക്കട്ടെ. Let the love control you. അവന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കട്ടെ. Let the love of Jesus control you. ഉള്ളങ്ങളിലേക്ക് അത് കയറി തുടങ്ങി കഴിഞ്ഞു. Let it is entering your heart. പല കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. Many eyes are
opening now. എഴുന്നേറ്റ് നിൽക്കാൻ പ്രേരണയുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. If you want to stand up, you can stand up. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കാം. Oh, don't look here and there. ഇതിനകത്തൂടെ നടന്ന് പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. Oh, if you want to pray yourself. ഒരു നല്ല ശിഷ്യ പുറത്തു വരുന്നു. Let a true disciple come out. ഒരു നല്ല ശിഷ്യൻ പുറത്തു വരുന്നു. Let a true disciple come out. യേശു പറയുന്നു എനിക്ക് നിന്നെ ഉപയോഗിക്കണം. And Jesus says I need to use you. കൈപ്പുള്ള നിന്നെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. And if you have a hatred in you, I cannot use you. ബിറ്റർനെസ് അകത്തുള്ള നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. If you have bitterness inside you, I cannot use you. തൂവൽ സ്പർശനം ഏറ്റാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ എനിക്ക് നിനക്ക് തരുവാൻ താല്പര്യമുണ്ട്. I want to give you a new heart. സഹോദരി, ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. The Holy Spirit is touching you. Jesus is touching you. Jesus is touching you. കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു മകളെ. Jesus is touching you. എന്റെ അടുക്കലേക്ക് വരൂ. എനിക്ക് നിന്നോട് പറയുവാൻ ചില പ്രൊഫസികളുണ്ട്. Come forward. Jesus, I have something to say. എന്റെ മകളെ, യേശു നിന്നെ നോക്കി പറയുന്നു. Jesus is looking at you and saying, ഇവൾ എന്റെ പ്രിയ ശിഷ്യയാണ്. She is my true disciple. നീ എന്റെ പ്രിയ മകളാണ്. She is my beloved daughter. ആഴമുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, like the water flows into the deep, കർത്താവിന്റെ സ്നേഹം, the love of Jesus ഒഴുകി 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 നിന്നെ കൊണ്ടുപോകുന്നു. It's taking you to the deep. ഇന്ന് പകൽ Today ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നിനക്ക് വേണ്ടി യേശു തുറക്കുന്നു. Jesus is opening a new Christian life for you. ഒരു റിയൽ ക്രിസ്ത്യാനി ആക്കി നിന്നെ യേശു മാറ്റുന്നു. Jesus is making you a real Christian. ഈ മകളുടെ മേൽ ദൈവസ്നേഹത്തിന്റെ ഒരു നദി ഒഴുകുന്നു. There is a river of love. ഭയങ്കരമായിട്ട് ഈ മകളെ യേശുവിന്റെ സ്നേഹം ചുറ്റുന്നു. The river of love is flowing. വർഷങ്ങൾ പഴകിയ, Old, പഴകി ദ്രവിച്ച് ജീർണിച്ച് കിടക്കുന്ന അധ്യായങ്ങളെ old chapter. യേശു തുറന്ന് കഴുകി വൃത്തിയാക്കുന്നു. Jesus is removing that. ഒരു പുതിയ ആത്മാവിനെ നിന്റെ ഉള്ളത്തിലേക്ക് യേശു പകരുന്നു. A new spirit is coming inside you. ഈ മകളുടെ മേൽ മാത്രമല്ല, പലരുടെ ഉള്ളിലേക്കും ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും. In many people over here, the same spirit is moving. ഇന്ന് വരെയുള്ള നിന്റെ ആത്മീയ നിലവാരമല്ല ഇന്നു മുതൽ. Your spiritual life is changing. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു തികഞ്ഞ ആത്മീയതയിലേക്ക് വരുന്നു. You are bringing to a perfect. നീ അനേക രോഗികളെ സൗഖ്യമാക്കും. You will heal many sick. അനേകർക്ക് നീ ഒരു ആശ്വാസമാകും. You will be a comfort to many. നിന്റെ നാവിലുള്ള ലാവണ്യത്തിന്റെ വാക്കുകൾ അനേകരെ ജീവിപ്പിക്കും. Your words will change many. ഒരു ശിഷ്യന്മാരുടെ അധരം കർത്താവ് നിനക്കിന്ന് പകരുന്നു. You are getting സ്വീകരിക്കുക. Receive. സ്വീകരിക്കുക. ഈ മകളുടെ മേലെ അഭിഷേകം ഇറങ്ങി വരുന്നു. ഈ മകളുടെ മേലെ ഇറങ്ങി വരുന്നു. Anointing is coming. Let her sit. ഓരോ മക്കളുടെ ഉള്ളിലേക്കും ആ സ്നേഹത്തിന് നദി ഒഴുകുന്നു. Let your love എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. സ്നേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞാൻ ഒരു ഡയറി മുഴുവൻ എഴുതി തീർത്താലും, Even if I write, സ്നേഹിച്ചില്ലെങ്കിലുള്ള ശിക്ഷാവിധിയുടെ പ്രസംഗം ഞാൻ 10,000 പ്രാവശ്യം കേട്ടാലും, if I hear the love message, സ്നേഹം ഒരു വ്യക്തിയാണ്, ആ വ്യക്തി എന്നെ നിർബന്ധിക്കുന്നു എന്നറിയാത്ത അത്രയും കാലം നിങ്ങൾക്കിത് പറ്റുകയില്ല പ്രിയരെ. You cannot do it yourself. സ്നേഹം എന്ന വ്യക്തി, The person of love, ഞങ്ങളുടെ മേൽ അങ്ങേ അനുവദിക്കുന്നു. We are loving you. Allow that person. We are loving you, Holy Spirit. Holy Spirit. Holy Spirit. Holy Spirit.
ഹോളി സ്പിരിറ്റ് പലരെയും ഈ സമയത്ത് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് പലരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റൂമുകളിൽ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് തെറിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ പലരുടെ മേലും പരിശുദ്ധാത്മ പകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിത്വം തന്നെ നിങ്ങളിലേക്ക് കയറുകയാണ്. ഒരു പേഴ്സണാലിറ്റി തന്നെ നിങ്ങളിലേക്ക് കയറുകയാണ്. ഒരു വ്യക്തിത്വം തന്നെ നിങ്ങളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പിതാവേ, ഈ സമയത്ത് ഓരോ മക്കളുടെ മേലും അളവ് കൂടാതെ അവിടുത്തെ ദാനത്തെ പകരുന്നതിനായി നന്ദി. ആദ്യന്തം ഇലാ മഹേശനെ ജീസസ്. അത്യുച്ചത്തിൽ ഞാൻ പാടും കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. ഓ ദൈവമേ, രാജാധിരാജദേവ, ആദ്യന്തം ഇല്ലാ മഹേശനെ. അവന്റെ കൃപയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. The love of God is pretty. കർത്താവിന്റെ സ്നേഹം, അതിന്റെ പേഴ്സണാലിറ്റി, the personality of love. സ്നേഹത്തിന്റെ പിന്നിലെ വ്യക്തി. ഒരു പരിധിക്കപ്പുറത്തെ കർത്താവിന്റെ സ്പർശനം ഈ വചനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മക്കൾ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കോ. ഈ വചനം ഒരു പരിധിക്ക് അപ്പുറത്ത് നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്. സാധാരണ നിലയിലല്ല, not in a ordinary way. ഒരു പ്രത്യേക നിലയിൽ ഈ വചനം എന്നെ തൊടുന്നുണ്ട് ബ്രദറെ. If it is specially touching you, എന്നെ ഇത് സ്പർശിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നവർ, if you feel that this word is touching you, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to pray for you. അങ്ങനെയുള്ള ഒരു കരങ്ങൾ ഉയർത്തിക്കുക. Raise your hands. യേശുനാഥ, ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ആ സ്നേഹത്തിന്റെ വലിയ സ്പർശനം ഉണ്ടാകട്ടെ. ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് അവിടുത്തെ സ്നേഹത്തിൽ ഈ മക്കളെ നയിച്ചാട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ നദി ഒഴുകി തുടങ്ങട്ടെ. Let your love, അങ്ങയുടെ സ്നേഹത്തിന്റെ നദി ഒഴുകി തുടങ്ങട്ടെ. 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 Oh, the rivers of the love. Come, I want to say you something. കർത്താവിന്റെ സ്നേഹത്തിന്റെ നദി, the river of love. The love is going to influence your personality. That is going to influence your personality. നിന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ പോകുന്നു ദൈവസ്നേഹം. It's going to influence your personality. ഇത് ഞാനല്ല, ഇത് ഞാനല്ല. This is not me. ഞാനാണെങ്കിൽ ഇത് ചെയ്യത്തില്ല. If I am doing it, I won't. എന്നെ ആരോ കൊണ്ടുപോകുകയാണ്. Somebody is compelling me. എന്നെ ആരോ നയിക്കുകയാണ്. Somebody is leading me. എന്ന് പറയുന്ന അളവിൽ കർത്താവിന്റെ സ്നേഹം അടിക്കുന്നു. The love of God is coming upon you. Yes, ദൈവസ്നേഹം ഇവരുടെ മേൽ അടിക്കുന്നു. The love of God is coming upon you. സ്വീകരിക്കുക. Receive.
കർത്താവിന്റെ സ്നേഹം ഇവിടെ മേൽ അടിക്കുന്നു. കർത്താവിന്റെ സ്നേഹം മകളുടെ മേൽ അടിക്കുന്നു. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. Many healings are taking place. ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഇവിടെ Many നടക്കുന്നു. healings are taking place here. എന്താ കാര്യമെന്ന് അറിയാമോ? The reason is സ്നേഹത്തിന്റെ വ്യക്തി കയറി കഴിഞ്ഞു. the love of person. ആ വ്യക്തിത്വത്തിനകത്ത് സൗഖ്യങ്ങളുണ്ട്. The personality of love has. ആ വ്യക്തി നിങ്ങളെ സൗഖ്യമാക്കും. He will heal you. നമ്മളൊന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാനായി പോകുകയാണ്. Let's all stand up. Let's all stand up together. Let's all stand up together. ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാനായി പോകുകയാണ് ഈ സമയത്ത്. ഹല്ലേലൂയ. സ്നേഹം എന്ന വ്യക്തി വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. When the love, ആ വ്യക്തിത്വത്തിനകത്ത് ദീർഘക്ഷമയുണ്ട്. and in that is patience. ദീർഘക്ഷമ, patience. അതിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ജീസസ്. സ്നേഹത്തിന്റെ നദി ഇവിടുന്ന് ഒഴുകി തുടങ്ങട്ടെ. The river of love, let it flow. Let it flow. Let the river of love. Let it flow. It's flowing here. It's flowing. It's flowing. നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ചു. Close your eyes up for a moment. Yes, yes. ഒരുമിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. We are going to pray together. We're going to pray together. Jesus is going to heal you. Jesus is going to heal you. യേശു നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു. Jesus is going to touch you. കർത്താവിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ നടക്കുന്നു. The touch of Jesus is ദൈവസ്നേഹം ഇങ്ങനെ വലിക്കുന്നു നീ കാന്തശക്തി പോലെ. The love of Jesus is pulling you like a magnet. കാന്തശക്തി പോലെ ദൈവസ്നേഹം നിങ്ങളെ വലിക്കാൻ പോകുന്നു. It's like a magnet, he's pulling you. ചിലയിടങ്ങളിലേക്ക് നിങ്ങളെ തള്ളുന്നു. You are being pushed to some places. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. Let it happen now. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. Let it happen now. ഈ നിന്റെ മക്കളുടെ മേൽ അത് സംഭവിക്കട്ടെ. Let it happen on your children. Father, in the name of Jesus. Father, in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങളുടെ മഴ ഇവിടെ പെയ്തിറങ്ങുന്നു. ഒരുപാട് മക്കളുടെ മേൽ യേശുവിന്റെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരെ യേശു സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തെ മാത്രം വിളിച്ചോ. Call upon the name of Jesus. The personality, സ്നേഹത്തിന്റെ വ്യക്തിത്വം നിന്നെ തൊടുന്നു മകളെ. The love, personality of love is touching you. സ്നേഹത്തിന്റെ വ്യക്തിത്വം നിന്നെ തൊടുന്നു. Personality of love is touching you. എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു അത് നിന്നെ തള്ളിക്കൊണ്ടുപോവുകയാണ്. Pulling and taking you. Jesus. സ്നേഹത്തിന്റെ വ്യക്തിത്വം നിന്നെ വലിക്കുകയാണ്. Personality of touch, person is touch. ഇവളുടെ മേൽ അത് കയറുകയാണ്. ആ വ്യക്തി മകളുടെ മേൽ കയറുകയാണ്. ആ വ്യക്തി സ്നേഹത്തിന്റെ വ്യക്തി അവളുടെ മേൽ പ്രവേശിക്കുകയാണ്. പലരുടെ മേലും സിസ്റ്റർ ജീന നിങ്ങളുടെ മേൽ ആ സ്നേഹത്തിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ലവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, ആ ദൈവ സ്നേഹം നിന്നെ ആകമാനം മാറ്റിമറിക്കുന്നു. നിന്റെ വ്യക്തിത്വത്തെ തന്നെ അത് മകളുടെ വ്യക്തിത്വത്തിലേക്ക് അത് വ്യാപരിക്കുന്നു. വ്യക്തിത്വത്തിലേക്ക് പലരുടെയും ബൈ ബർത്ത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ വ്യക്തികളെ പോലും ബൈ ബർത്ത് നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയായി പോയെ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഹെറിഡിറ്ററിയിൽ നിന്നും എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിനപ്പുറത്ത് വീണ്ടും ജന്മത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടിയിരിക്കുകയാണ്. Beyond hereditary and beyond environmental, your life is getting changed. ഹല്ലേലൂയ. അതാ നിങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. This is what is happening. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Many healings are taking place. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായിട്ടുള്ള ശ്വാസം മുട്ടലുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. The asthma is getting healed. സ്റ്റെപ്പ് കയറിയാൽ ഉടനെ നെഞ്ചിനകത്ത് വലിച്ചു 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 വലിച്ച് ശ്വാസം മുട്ടൽ അതികഠിനമായിട്ട് എന്റെ ദൈവമേ ജീവൻ പോകുന്ന തരത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. അവരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Life is, your many healings are taking place now. Especially wheezing is getting healed. ആസ്മകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി. Wheezing is getting healed. നെഞ്ചിനകത്തേക്ക് ദൈവശക്തി കയറി. കയ്പ് അവിടെ ഇരുന്നിട്ട് അത് അടിഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്നതാ ഇതൊക്കെ. കയ്പിന്ന് കർത്താവ് അങ്ങ് എടുക്കുക. ബോധ മനസ്സിനെ ഉബോധ മനസ്സിനെ അബോധ മനസ്സിനെയും യേശു സ്പർശിക്കുക. Everywhere the mind is being touched by Jesus. Conscious, unconscious and subconscious mind is going to clear by the blood of Christ. All of my mind is being cleared by Jesus. ഇപ്പോൾ തന്നെ മനസ്സിന്റെ തട്ടുകളെ യേശു സ്പർശിക്കുകയാണ്. The mind. ഹല്ലേലൂയ. ഇതുപോലെ
ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന മക്കൾ നെഞ്ചിലേക്ക് കരം അമർത്തി വെച്ചിട്ട് സ്നേഹമെന്ന വ്യക്തിയെ വിളിച്ചോ. Keep your hands on your chest and call upon the person who loves you. സ്നേഹമെന്ന വ്യക്തിയെ, the person of love, call upon him. ഇപ്പോൾ ആസ്മകള്, ശ്വാസമുട്ടലുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. Breathing is getting healed. ആ സ്ഥിതിയിലുള്ള മക്കള് നെഞ്ചിലേക്ക് കരം അമർത്തി വെച്ചിട്ട് സ്നേഹമെന്ന വ്യക്തിയെ എന്ന് വിളിച്ചോ. Call person to come to you, the person of love. സ്നേഹമെന്ന വ്യക്തിയെ, the person of love, എന്നിൽ വന്ന് വാഴണേ. come and reign in me. ഓ, ഉറക്കെ വിളിച്ചോ. സ്നേഹമെന്ന വ്യക്തിയെ, call loudly, എന്നിൽ വന്ന് വാഴണേ. the love of person of love, come and reign in me. സ്നേഹമെന്ന വ്യക്തിയെ, person of love, എന്നിൽ വന്ന് വാഴണേ. come and reign in me. സ്നേഹമെന്ന വ്യക്തിയെ, come and reign in me. സ്നേഹമെന്ന വ്യക്തിയെ, the person of love, come and reign. സ്നേഹമെന്ന വ്യക്തിയെ, person of love, സ്നേഹമെന്ന വ്യക്തിയെ, person of love, എന്നിൽ വന്ന് വാഴണേ. come and reign in me. സ്നേഹമെന്ന വ്യക്തിയെ, എന്നിൽ വന്ന് വാഴണേ. person of love, come and reign. സ്നേഹമെന്ന വ്യക്തിയെ, എന്നിൽ വന്ന് വാഴണേ. the person of love, come and reign. സഹോദരൻ ഓടി വന്നിട്ട്, ബ്രദർ ഓടി വന്നിട്ടെ, ഓടി വന്നിട്ടെ, ഓടി വന്നിട്ടെ, ഓടി വന്നിട്ടെ. അയ്യോ, ഭയങ്കരമായിട്ട് ആ പാട്ടിന്റെ വരികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്നേഹമെന്ന വ്യക്തി നിങ്ങളെ സ്പർശിക്കുന്നു. നെഞ്ചിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നതിന് ഇതാ 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 യേശുവിന്റെ ശക്തി വന്നിട്ട് ഒരു വലിയ ആന്തരിക സൗഖ്യവും ബാഹ്യ സൗഖ്യവും നിങ്ങളുടെ മേൽ അയക്കുന്നു. സ്നേഹമെന്ന വ്യക്തിയെ വന്നിറങ്ങി വാഴണേ. സ്പർശിക്കുന്നു ഈ മകനെ, സ്പർശിക്കുന്നു ഈ മകനെ. Touch of Jesus, touch of Jesus. സ്നേഹമെന്ന വ്യക്തിയെ അത് വ്യാപരിക്കുന്നു, അത് വ്യാപരിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് വ്യാപരിക്കുന്നു. ഓ, മുഴുവൻ വ്യക്തിത്വത്തിലേക്ക് അത് വ്യാപരിക്കുന്നു. സ്നേഹമെന്ന വ്യക്തിയെ മകന്റെ മേൽ അത് ജീവനായിട്ട് വ്യാപരിക്കട്ടെ, ശക്തിയായിട്ട് വ്യാപരിക്കട്ടെ. ആള് മാറിയവനെ പോലെ ആവട്ടെ. നിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് അതിനെ എടുത്തു കളയുക. ശുദ്ധീകരണം വന്ന വ്യക്തിയെ പോലെ, കംപ്ലീറ്റ് ക്ലെൻസ്ഡ് ആയ വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കും. ടച്ച് ഓഫ് ജീസസ് അത് വ്യാപരിക്കട്ടെ. The name of God. Yes. ഈ മകന്റെ മേൽ യേശു അത് ചെയ്തു കഴിഞ്ഞു. ശ്വാസം എടുത്തു വിട്ടു. എന്റെ ബ്രദറെ, നിങ്ങളുടെ ഇവിടെ നിന്നോ ഒരു വെയിറ്റ് തന്നെ കർത്താവ് പിക്ക് ചെയ്ത് കളഞ്ഞു. വിശ്വസിക്കാൻ കഴിയുന്ന എന്താ? ഞാനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് അനുഭവം ഉണ്ടായി? What is that? Jesus. കർത്താവിന്റെ സ്പർശനം ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. ഒരു പുതിയ വ്യക്തിയാക്കി കർത്താവ് നിങ്ങളെ മടക്കിയാക്കി. സന്തോഷത്തോടെ കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൊടുത്ത് തന്നെ ആ സഹോദരിയെ കർത്താവ് സ്പർശിക്കും. മകളെ, യേശു നിന്നെ തൊടുന്നുണ്ട്. Yes. If you can come forward, I want to pray for you. Come forward, quick. Jesus. ഈ വചനം ഒരു പരിധിക്കപ്പുറത്ത്, ഈ വചനം ഒരു പരിധിക്കപ്പുറത്ത് നിന്നെ സ്പർശിക്കുന്നു. യേശു പറയുന്നു, നീ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു ആരുടെയൊക്കെ എടുത്ത് പോകണമെന്ന്. അവരെ മുഴുവൻ നീ നിത്യതയിലേക്ക് നയിക്കും. അവരെ മുഴുവൻ നീ നിത്യതയിലേക്ക് നയിക്കും. ഒരു വലിയ സമൂഹത്തെ നിത്യതയിലേക്ക്. ഇവിടെ മേൽ അഭിഷേകം ഇറങ്ങി വരുന്നു. ആ
കൃപ അവളുടെ മേൽ ഇറങ്ങി വരും. ആള് മാറുന്നു. ആ മകൾ ആള് മാറുന്നു. കംപ്ലീറ്റ്ലി. ഓ, ഒരു സെക്കൻഡ് പോർഷനും കൂടെ വരുന്നുണ്ട്. അവളെ എഴുന്നേൽപ്പിച്ചാട്ടെ. ഒരു പോർഷനും കൂടെ അവളുടെ മേൽ വീഴുന്നുണ്ട്. പിതാവ് ഇപ്പോൾ തന്നെ ദയ അവളുടെ മേൽ വീഴുകയാണ്. ദയ അവളുടെ മേൽ വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദയ അവളുടെ മേൽ വീഴുകയാണ്. mercy അവളുടെ മേൽ വീഴുകയാണ്. mercy is falling upon her. ദയ അവളുടെ മേൽ വീഴുകയാണ്. mercy is falling upon her. ഓ ജീസസ്, ഇത് നിങ്ങളെ വലിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for the sick. യേശുവിന്റെ നാമത്തിൽ വിനോജ് ബ്രദറിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു മിനിറ്റ് നമ്മൾ സ്തോത്രം ചെയ്യുവാനായി പോവുകയാണ്. Father, in the name of Jesus, oh, the glory of God, oh Jesus, Father, in the name of Jesus. ജെറമി ഒരു അഭിഷിക്തന, ഇവൻ ഒരു അഭിഷിക്തന. ഞങ്ങൾ ആരും കാണാത്തത് കാണാനും, ഞങ്ങൾ ആരും കേൾക്കാത്തത് കേൾക്കാനും, ഞങ്ങൾ ആരും സഞ്ചരിച്ചിട്ടില്ലാത്തിടങ്ങളിൽ സഞ്ചരിക്കുവാനും ഇവൻ കർത്താവിനാൽ അഭിഷേകം പ്രാപിച്ചവനാകയാൽ ഇന്നു മുതൽ ഇവന്റെ മേൽ ആ തേജസ്സിന്റെ ഘനവും കൃപയുടെ മഹത്വവും വെളിപ്പെട്ടു വരുമാറാകട്ടെ. ആമേൻ. കരമടിച്ചെന്ന യേശുവിന്റെ മഹത്വം കൊടുത്തു. Oh, the glory of God is falling. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹം എന്ന വ്യക്തി നിങ്ങളെ സ്പർശിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ആ ലൈനിൽ ബ്രദറെ ഒന്ന് കരമുയർത്തിക്കുക. ബ്രദർ ഒന്ന് കരമുയർത്തിക്കുക. യെസ്, കരമൊന്ന് ഉയർത്തിക്കുക. യെസ്, നിങ്ങളുടെ ആ റോയില്, ഇങ്ങനെ ആ റോയില് നിങ്ങൾ നിൽക്കുന്ന ആ വരിയില് എൻ്റെ ബ്രദറെ കർത്താവിൻ്റെ സ്നേഹം അളവില്ലാതെ അവിടെ പകരപ്പെടുന്ന ഞാൻ കാണുന്നു. ഓ ജീസസ്, അദ്ദേഹത്തെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാമോ? അദ്ദേഹത്തെ ഒന്ന് മുമ്പോട്ട് ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നാണ് ബ്രദറെ. want to say you something. Jesus, രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ തന്നെ. എൻ്റെ കൂടെ ഈ സമയത്ത് രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവരെല്ലാം രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. വിശ്വാസത്താൽ പറയുക, സ്നേഹത്തിന്റെ വ്യക്തി എൻ്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകൾ വെക്കുക. ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് പ്ലീസ്. Place your hands on the place where you need a healing and say the love of the person of love is coming. നിങ്ങൾക്ക് രോഗസൗഖ്യം ആവശ്യമുള്ളിടത്ത് നിങ്ങളുടെ കരം വെക്കുക. ഉറക്കെ വിളിച്ച് പറയുക, കർത്താവിന്റെ സ്നേഹത്തിന്റെ വ്യക്തിത്വം എന്റെ മേൽ വ്യാപരിക്കുക. നോക്കൂ മകനെ, ഇങ്ങോട്ട് നോക്കൂ. ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ ഈ വചനത്തിലൂടെ നിന്നോട് പറഞ്ഞ സ്നേഹത്തിന്റെ വ്യക്തിത്വം ഇപ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ പ്രവേശിക്കുവാൻ പോകുന്നു. ഭയങ്കരമായിട്ട് ആ മകന്റെ മേൽ സ്നേഹത്തിന്റെ വ്യക്തിത്വം പ്രവേശിക്കുന്നു. സ്നേഹത്തിന്റെ വ്യക്തിത്വം പ്രവേശിക്കുന്നു. അയ്യോ, അതൊരു ഭയങ്കര ഇമ്പോർട്ടേഷനാ. ആ മകന്റെ മേൽ ഒന്ന് കരം വെച്ചോ, അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കരം വെച്ചോ. വലിയ വലിയ സൗഖ്യം മകന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വലിയ സൗഖ്യം ആ മകന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ ആള് മാറിയവനെ പോലെ അവരുടെ വീട്ടിലേക്ക് കർത്താവിന്റെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ലെഫ്റ്റ് ഷോൾഡറിൽ പ്രശ്നമുണ്ടല്ലോ, ഇടത്തെ ഷോൾഡറിൽ പ്രശ്നമുണ്ടല്ലോ, ഇടത്തെ ഷോൾഡറിൽ ഈ സ്പോട്ടില് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ വീട്ടിൽ കർത്താവ് തൊടുന്നല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാ ഇവിടെ വന്നിട്ടുള്ളേ? വൈഫ് എവിടെ? ഇദ്ദേഹത്തിന്റെ വൈഫ്. അതാണ് വൈഫ്. ഓടി വരിക മകളെ, ഓടി വരിക. ഇവരുടെ മേൽ ഇപ്പോഴും പവർ ഓഫ് ഗോഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് ഷോൾഡറിൽ പ്രശ്നമുണ്ടോ? സൗഖ്യമാകുന്നു. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തോ.
ഇത് എന്നെ പറ്റിയതാ, വെട്ടിയതാ. എത്ര നാളായി? 7 months. ശക്തി വന്നടിക്കുന്നു. നിങ്ങളെല്ലാവരും കാണണം. ഈ സ്നേഹം ഈ മകളുടെ മേൽ ഇപ്പോൾ വന്ന് തൊടുകയാ ഇവളെ. ഈ ഒരു കൈ മുഴുവൻ കർത്താവ് സൗഖ്യമാക്കുക. ഈ ഒരു കൈ മുഴുവൻ യേശു സൗഖ്യമാക്കുക. ഈ ഒരു കൈയിലേക്ക് മുഴുവനായിട്ട് കർത്താവിന്റെ സ്പർശനം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു കൈയിലേക്ക് മുഴുവനായിട്ട് യേശുവിന്റെ സ്പർശനം അടിച്ചുകൊണ്ടിരിക്കുക. Touch, 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 touch of Jesus, 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 touch of Jesus. ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത അളവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്നു. ഒരാളുടെ പിടിച്ചോണം. Power of God. ദൈവശക്തി, ദൈവശക്തി, the power of God, ഈശോയുടെ മഹത്വം ഇറങ്ങട്ടെ. the glory of God, the glory, the glory of Jesus. അവളെ തൊടുന്നു, അവളെ തൊടുന്നു, അവളെ തൊടുന്നു. ആ മകളെ ഭയങ്കരമായിട്ട് കർത്താവിന്റെ ശക്തി വന്ന് സ്പർശിക്കുന്നു. The power of God is ഭയങ്കര ഹീലിംഗ് നടക്കുന്നത്, ഭയങ്കര ഹീലിംഗ് ഇവരുടെ വീട്ടിൽ നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? Great healing is taking place in this family. ഇവരുടെ വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഇവരുടെ വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. Healing is happening in his family. ഇവരുടെ വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. Healing is happening in this family. ഇവരുടെ വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. In their family healing is happening. ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല, ഇവരുടെ വീട്ടിൽ പലരും സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Many in their family is getting healed. ഇവരുടെ Many in their family is getting healed. ഇവളുടെ സഹോദരി സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Her sister is getting healed. ഈ മകളുടെ സഹോദരി സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Her sister is getting healed. പലരുടെ മേൽ കർത്താവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. Many are experiencing the touch of God. Jesus, എനിക്കത് അറിയാൻ കഴിയുന്നു. Many experiencing touch of God. Jane, you are Jane. Yes. Jane, യേശു പറയുന്നു, Jesus is telling, ബന്ധങ്ങൾ വിച്ഛേദിച്ച് കിടക്കുന്ന മുഴുവൻ ചേർന്ന് വരാൻ പോകുന്നു. the relationship which is all നീ ഇടയ്ക്ക് തുടങ്ങിയിട്ട് വഴി വെച്ച് നിർത്തി, നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് എഴുതി വെച്ചത് ജെയിൻ കർത്താവ് ജോയിൻ ചെയ്യുന്നു. the relationship is getting joined. വലിയ മഹത്വം ഇറങ്ങി വ്യാപരിക്കുന്നു. കഴിവില്ലാത്തവനായി എനിക്കത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് നീ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് നിന്നെ തിരിച്ചു വിളിക്കും. ജെയിൻ എന്ന പേര് കർത്താവ് വെളിപ്പെടുത്തി. ജെയിൻ, യു ആർ ജെയിൻ, റൈറ്റ്? ആദ്യമായിട്ട് വരുവാണോ ഈ മീറ്റിംഗിന്? Yes. He's coming for the first time. He's coming for the first time. ജെയിൻ, കർത്താവ് നിന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. You are joining the relationship which was destroyed. ആദ്യം യേശു പറഞ്ഞു ജോയിൻ എന്ന്, പിന്നെ യേശു പറഞ്ഞു ഇവന്റെ പേരിന് അതിനോട് സാമ്യമുണ്ട്. The first Jesus said join. പറഞ്ഞു തരിക എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഓക്കെ. ആദ്യം യേശു പറഞ്ഞു ജോയിൻ ചെയ്യിക്കാൻ പോകുന്നെന്ന്, പിന്നെ യേശു പറഞ്ഞു ജോയിൻ എന്ന വാക്കിനോട് ഇദ്ദേഹത്തിന്റെ പേരിന് അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് എന്ന് ചിന്തിച്ചപ്പം കർത്താവ് 2 പ്രാവശ്യം ആ നാമാധരത്തിൽ തന്നു. ജെയിൻ, ജെയിൻ, ജെയിൻ. ഓക്കെ. എന്റെ ബുദ്ധിയിൽ വന്നു ജയൻ. ഓക്കെ, ജയൻ. പക്ഷെ യേശു കൺഫേം ചെയ്ത് പറഞ്ഞു ജെയിൻ. ജീസസ്. നാലാമത്തെ പ്രാവശ്യം ആ ചിന്ത എൻ്റെ ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചപ്പം എനിക്ക് കൺഫർമേഷനായി ജെയിൻ. അതാ ജെയിൻ എന്ന് വിളിച്ചേ. സന്തോഷത്തോടെ പോകുമ്പോനെ യേശു നിന്നെ വിടുവിച്ചിരിക്കുക. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജെയിന്റെ മേലെ അഭിഷേകം വ്യാപരിച്ചിരിക്കുന്നു. അവരുടെ വീട്ടിൽ ഇപ്പോഴും സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക.
Healings are happening in their families right now still. ഞാൻ പ്രാർത്ഥിച്ച സഹോദരിയുടെ കുടുംബത്തിൽ സൗഖ്യം നടന്നു. Her അവളുടെ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. her sister, God has healed already. ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. Her sister has been healed. അവരുടെ കുടുംബത്തെ അവരുടെ ദൂരത്ത് കിടക്കുന്ന ഒരു രോഗി ഇപ്പൊ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Somebody who is far away ജീസസ് is getting healed in their family. നിൽക്കുന്ന അമ്മയെ കർത്താവ് തൊടുന്നു. ഓടിഞ്ഞോട് കൊണ്ടുപോരെ. കർത്താവിന്റെ സ്പർശനം മകളുടെ മേൽ നടക്കുന്നു. God is touching her. ജീസസ്. എന്റെ മകളെ ഇങ്ങോട്ട് നോക്കൂ, കരയാതെ ഇങ്ങോട്ട് നോക്കൂ. യേശു പറയുന്നൊന്ന് കേൾക്കൂ. കരയാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇങ്ങോട്ട് നോക്കൂ. You can follow മലയാളം, right? ജീസസ്. എന്റെ മകളെ, നിന്നെ കർത്താവ് സ്പർശിക്കുന്ന ഞാൻ കാണുന്നു. അതുകൊണ്ട് മുമ്പോട്ട് വിളിച്ചേ. നോക്കൂ, ഞാൻ കരയല്ലേ, സങ്കടം, അതുകൊണ്ടാ കരയില്ലെന്ന് പറയുന്നേ. നമ്മൾ രണ്ടു കൂട്ടർ ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ആ കീബോർഡ് വായിക്കുന്ന ആള് സൗഖ്യമായിക്കൊണ്ടിരിക്കും. The person who is playing the keyboard is getting healed. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോണേ. ഇത് ഒരു മൈറ്റി പവറിന്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും കണ്ടോണേ. There's going to be a mighty manifestation of power. ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ മകളുടെ തലയില് ഞാൻ കൈവെക്കുന്ന ഈ സ്പോട്ടില് ഇവിടെ മുതല് സാധാരണ ഒരു പെയിൻ അല്ല, അസഹനീയമായ ഒരു ഭ്രാന്തിയെ പോലെ ഇവളെ ആക്കുന്ന പൊട്ടുവാതെ പിടിച്ചോണം, ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചോ. അതൊരു mighty manifestation ആണ്. It's a mighty manifestation of power. It's a mighty manifestation of power. Mighty manifestation. It's a mighty manifestation of power. It's a mighty manifestation of power. ഈ മകളുടെ മേൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. It's spreading on her. ഇവിടെ തലയിൽ ഇങ്ങനെ കർത്താവിന്റെ കരം ഓടുന്നു. ഈ ഒരു സ്പോട്ടിൽ ഇങ്ങനെ കർത്താവിന്റെ കരം ഓടുന്നു. God's hand is moving on her head. ജീസസ് ഇങ്ങനെ ഓടുന്നു. അതിന്റെ അത് ഞരമ്പുകളെ കർത്താവ് സ്പർശിക്കുന്നു. ഞാൻ അവരെ ആദ്യമായിട്ട് കാണുക, പക്ഷെ നിങ്ങൾ അവരോട് ചോദിച്ചു, അവരിത് അനുഭവിച്ച് തകർന്നിട്ടാവളെ. She has come broken down because of this. പക്ഷേ യേശു നമ്മളെ തൊട്ടിട്ടേ വിടത്തുള്ളൂ. Jesus is healing her today. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. Let's give a hand for Lord. The glory. എഴുന്നേൽപ്പിച്ചു. Bring it. കൊണ്ടുവരിക. നോക്കൂ, എത്ര വർഷമായി ഇത്. നിങ്ങൾ അവരുടെ നമുക്ക് പലപ്പോഴും ഇത് കാണുമ്പം മനസ്സിലാകത്തില്ല. നമുക്ക് എന്തോ ഇത് എന്ന് തോന്നും. പക്ഷെ ഇവർക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇതുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം ഇതിന്റെ പേരിൽ അനുഭവിച്ചത് ചില്ലറ അല്ലേ? ജീസസ്. അറിയാതെ കണ്ണു തുടയ്ക്കും അമ്മ. യേശു നിന്നെ തൊട്ടിരിക്കുന്നു. അവിടുത്തെ സ്പർശനം നിന്റെ മേൽ വന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയായിട്ടാണ് നീ ഇവിടുന്ന് കടന്നു പോന്നേ. From here as a new person. No, you are a new creation in Christ Jesus. A new creation in Christ Jesus. യേശു ക്രിസ്തുവിൽ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു.
You have been made a new creation. സന്തോഷത്തോടെ പോകാം. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തേ. ഓ ജീസസ്. കർത്താവേ, യേശുവിന്റെ മഹത്വത്തെ ഒന്ന് സ്വീകരിച്ചേ. യേശുവിന്റെ മഹത്വത്തെ ഒന്ന് വിളിച്ചേ. ഓ ഗ്ലോറി, ഓ ദ ഗ്ലോറി ഓഫ് ഗാഡ്, ദ ഗ്ലോറി ഓഫ് ജീസസ്, ഓ ദ ഗ്ലോറി ഓഫ് ജീസസ്. കർത്താവിന്റെ മഹത്വത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. The glory of God is still spreading this place. ഈ മകളെ യേശു തൊടുന്നു. യേശുവേ എന്ന് വിളിച്ചോ. ഇപ്പൊ ഒരു സെക്കൻഡ് മുമ്പ് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് തൊട്ടാട്ടെ. ദാ, നിന്നെ മാത്രമല്ല നിന്റെ തലമുറയും കർത്താവ് സ്പർശിക്കുക. വരിക, ഓടി വരിക. ദൈവശക്തി ഇവളുടെ മേൽ അടിക്കുവാൻ പോകുന്നു. നിങ്ങൾ എല്ലാരും കണ്ടോണം, കർത്താവിന്റെ ഗ്ലോറി അടിക്കുന്നു. കർത്താവിന്റെ ഗ്ലോറി അവളുടെ മേൽ അടിക്കുന്നു. 11 വർഷത്തെ കെട്ടുകളെ യേശു പൊട്ടിക്കുന്നു. 11 നിൽക്കുന്ന പോലെ കൈ കെട്ടി നിൽക്കാതെ ഒന്ന് കരം അടിക്കുക ചായ. ജീസസ്. 11 വർഷത്തെ 11 years of bondage. നുഖങ്ങളെ യേശു പൊട്ടിക്കുന്നു. Yokes God is breaking. ഭയങ്കര വിടുതൽ ഈ മകളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Great healing is taking place. അയ്യോ, ചെറുതല്ല. ഇവൾക്ക് വേണ്ടി ചെറുതല്ല കർത്താവ് ചെയ്യുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നൊരു ശാപം തന്നെ പൊട്ടിപ്പോവുക. From her house a curse is being removed. ഒരു കേഴ്സ് തന്നെ പൊട്ടിയഴിയുക. A curse is being broken. ജീസസ്. ശാപം എന്ന് പറഞ്ഞത് അനുഗ്രഹമെന്ന് പലരും പറയാൻ പോകുന്നു. Whatever was said curse, അത്തരത്തിൽ ദൈവശക്തി അവൾക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കും. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഓ ഗ്ലോറി. ഈ ലെസ്റ്ററിലെ മീറ്റിംഗിൽ ഈ 2 ഡേയ്സ് ഇന്ന് വൈകുന്നേരം, നാളെ രാവിലെ, നാളെ വൈകിട്ട്, ഈ 2 days ഞാൻ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. There is going to be great things happening in this place, in these meetings which are going to be held today and tomorrow. The next sessionലും ഞാൻ വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. There is going to be greater things happening in the next section as well. Oh Jesus, ഭയങ്കര പ്രസൻസ് ഈ ഹാളിനകത്ത് ഇറങ്ങി നിൽക്കുക. There is a great presence of God in this hall. ഭയങ്കര പ്രസൻസ് ഈ ഹാളിനകത്ത് ഇറങ്ങി നിൽക്കുക. There is a great presence of God in this hall. ഭയങ്കര പ്രസൻസ് ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുക. അത് എത്ര പേര് അറിയുന്നു എന്ന് എനിക്കറിയത്തില്ല. വലിയ ദൈവ മഹത്വം ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുക. There is a glory of God filled in this place. സാലി എന്ന പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ഭാരം ഇപ്പോൾ കർത്താവ് തരുന്നു. I am having a burden to pray for Sally sister. യേശുവിന്റെ നാമത്തിൽ സാലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I am praying for her. സാലി ഇപ്പോൾ സൗഖ്യമാവട്ടെ. Sally is getting healed. സാലി ഓൺലൈനിലാണോ ഞങ്ങളെ വീക്ഷിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ സാലി ഇവിടെ സൗഖ്യമാവുന്നു. She may be watching us online, but she is getting healed. സാലിയെ കർത്താവ് സ്പർശിക്കുന്നു. Sally is being touched. യേശുവിന്റെ നാമത്തിൽ സാലിയുടെ മേൽ കർത്താവിന്റെ സ്പർശനം ഇറങ്ങി In വരട്ടെ. the name of Jesus, let the touch of God come upon her. സാലി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നല്ലോ. Somebody is praying for Sally. ഇപ്പോൾ തന്നെ Now, right now. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് റീസണായ സാലി സൗഖ്യമാവുകയാണ്. She is becoming healed. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കട്ടെ. In the name of Jesus. കർത്താവെ, ലോകരാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ അവിടുത്തെ വലിയ ശക്തി അവർക്ക് അനുകൂലമായിട്ട് വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. എനിക്കറിയാം ക്രൂശിൽ സകലവും അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ മഹത്വം, അതിൻ്റെ ജീവൻ, അതിൻ്റെ ശക്തി എൻ്റെ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി. പ്രത്യേകിച്ച് അടുത്ത സെഷന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ആകുന്നു. വലിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്.
give the best for the Lord. ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ സ്തോത്ര കാഴ്ച കളക്ട് ചെയ്യുന്നത്.